أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. ولا حول ولا قوة إلا بالله العلي العظيم. قال رضي الله عنه. അപ്പോൾ നമ്മൾ ആദാബു മാ ബഅദ തുലൂഇ ശംസി ഇല സവാൽ അവിടെ എത്തി. അതായത് ഇതുവരെ പറഞ്ഞത് എന്താണ്? സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള വദായിഫുകൾ പറഞ്ഞു. 4 വദീഫത്താന്ന് പറഞ്ഞു. ഏതൊക്കെ? ഖുർആന്, ദിക്ർ, പിന്നെ തഫക്കുർ, പിന്നെ തസ്ബീഹാത്ത് എന്ന് പറഞ്ഞു. ദുആ, അതായത് ദുആ എന്ന് പറയും തേടലും മറ്റേതും. ദിക്ർ എന്നുകൊണ്ട് ഉദ്ദേശിക്കും തസ്ബീഹാത്തും തഹ്ലീലാത്തും അങ്ങനത്തത്. അപ്പോൾ 4 വദീഫത്ത് വേണം എന്നാണ് പറഞ്ഞത്. പറഞ്ഞു ഇനി സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉദിക്കുന്ന ആ സമയം മുതൽ ഉള്ള അമൽ ളുഹർ ബാങ്ക് വരെ. സവാൽ എന്ന് പറഞ്ഞാൽ അതായത് ആകാശത്ത് നടുവിൽ, അതായത് 90 ഡിഗ്രിയിൽ സൂര്യൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ 90 മാറുമ്പോൾ സവാലാവാം. അപ്പോൾ ളുഹറിൻ്റെ സമയമാവാം. അപ്പോൾ നേരെ നടുവിൽ നിൽക്കുമ്പോൾ അപ്പം നിസ്കരിക്കൽ കറാഹത്താണ്. അപ്പോൾ ആ സമയം വരെ, അതായത് ളുഹർ വരെ എന്താണ് പണി എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ തർത്തീബ് ഉറക്കം കഴിഞ്ഞിട്ടുള്ള പണികൾ പറഞ്ഞ് സുബ്ഹി വരെയുള്ളത്. സുബ്ഹി കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്ന വരെയുള്ള പറഞ്ഞു. ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്നുള്ള അമൽ. ഫഇദാ തലഅത്തി ശംസു, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, വർതഫഅത് ഖീദ റുംഹിൻ, ഒരു റുംഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുന്തം. അതിൻ്റെ അത്ര നീളം അല്ല കണക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ കണക്കുകൾ ഇപ്പോഴത്തെ കാലത്തെ പോലെയല്ല. അതായത് ഇപ്പോൾ ഒരു കുന്തം ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര മീറ്റർ ഉണ്ടാവുക? 300 മീറ്ററിൻ്റെ ഉള്ളിലാണ് കുന്തം ഇറങ്ങി കഴിഞ്ഞാൽ എത്താം. 300 ഒരു കുന്തത്തിൻ്റെ ഏറ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുന്തത്തിൻ്റെ നീളം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതൊക്കെ കണക്കുകളാണ്. അപ്പോൾ ഖീദ റുംഹിൻ എന്ന് പറയുമ്പോൾ ഏകദേശം അത് 4 ദർജത്താണ്. 4 ദർജത്ത് എന്ന് പറയുന്നത് ഒരു ദർജത്ത് 4 മിനിറ്റാണ്. അതായത് 16 മിനിറ്റാണ് കറക്റ്റ്. എത്ര മിനിറ്റ്? 16 മിനിറ്റ്. അതായത് സൂര്യൻ ഉദിച്ചിട്ട് 16 മിനിറ്റ് കഴിഞ്ഞാൽ, കറക്റ്റ് 16 മിനിറ്റ് കഴിഞ്ഞാൽ എന്നാണ് ഒരു പറഞ്ഞതിൻ്റെ ഉദ്ദേശം. 16 കറക്റ്റ് 16 താഴെ ശരിയാവില്ല. 16 തന്നെ വേണം. കാര്യമില്ല, 16 അതിൻ്റെ ആ കല്ല് കണക്ക് 16. അതന്നെ 16, 15 അല്ല. കാല ഫസല്ലി റക്അത്തൈനി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കുക. വദാലിക, ആ പ്രവൃത്തി, അതായത് നിസ്കരിക്കൽ, ഇൻദ സവാലി വഖ്തിൽ കറാഹത്തി ലിസ്സലാ, നിസ്കാരത്തിൻ്റെ കറാഹത്തിൻ്റെ വഖ്ത് നീങ്ങുന്ന സമയം, ഉദിക്കുന്ന സമയം കറാഹത്തിൻ്റെ സമയം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്താവുള്ളൂ? കറാഹത്ത് നീങ്ങുള്ളൂ. ഫഇന്നഹ മക്റൂഹത്തുൻ മിൻ ബഅദി ഫരീദത്തി സുബ്ഹി ഇല ഇർതിഫാഇ ശംസി, സുബ്ഹി നിസ്കാരത്തിന് ശേഷം മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ, പിന്നെ സൂര്യൻ ഉദിക്കുന്ന സമയം, രണ്ടാണത്. ഒന്നിനെക്കാട്ടും ശക്തമായത് മറ്റൊന്ന്. സൂര്യൻ ഉദിക്കുന്ന അവസരത്തിൽ നിസ്കരിക്കൽ കറാഹത്താണ്, ശക്തമായ കറാഹത്താണ്. 16 മിനിറ്റ് കഴിയണം. ഫഇദാ അദ്ഹൻ നഹാറു, അതായത് ളുഹ കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരു പറഞ്ഞ് ഇഷ്റാഖ് നിസ്കരിക്കണം. എന്നിട്ട് ഒരു അടുത്ത പറയാണ്, ഇനി അദ്ഹൻ നഹാറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ളുഹ ആയാൽ. അപ്പോൾ ഒരു
കുറച്ച് നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് ഇഷ്റാഖ് വേറെ ളുഹ വേറെയാണ്. മുഅ്തമദ് ഇഷ്റാഖും ളുഹക്കും ഒന്ന് തന്നെയാണ്. ഇഷ്റാഖും ളുഹം ഒന്നാണ്. ഹദീസുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുണ്ട്. ളുഹൻ്റെ ആദ്യത്തത് ഇഷ്റാഖിൻ്റെ സമയത്ത് നിസ്കരിക്കും 2 റക്അത്ത്. പിന്നെ ളുഹൻ്റെ സമയമായി ളുഹ ബാക്കിയുള്ള ദീന് നിസ്കരിക്കും. മനസ്സിലായ? ബാക്കിയുള്ള ളുഹ ഇഷ്റാഖ് രണ്ടാണോ ഒന്നാണോ? ഒന്നാണ്. പക്ഷേ ഇഷ്റാഖിൻ്റെ കൂലി കിട്ടണ, ആ പ്രത്യേകമായ കൂലി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നിസ്കരിക്കണം. ളുഹ സമയത്ത് നിസ്കരിക്കാം, പക്ഷേ അത് ഇഷ്റാഖിൻ്റെ കൂലിയും കൂടി കിട്ടും. ളുഹന്നെയാണത്, ളുഹല്ലാന്നല്ല, ളുഹന്നെയാണ്. ഇഷ്റാഖെന്ന് നിയ്യത്ത് വെച്ചാലും ളുഹാന്ന് നിയ്യത്ത് വെച്ചാലും സാധനം ഒന്നാണ്. ഒരു പറഞ്ഞ അനുസരിച്ചിട്ട് ളുഹ വേറെയാണ്, അത് ഓരോ അഭിപ്രായമാണ്. ളുഹാൻ്റെ ഒരു ഭാഗമല്ലേ, വേറെ നിസ്കരിക്കാൻ പറ്റുമോ എന്ന് പറയേണ്ട ആവശ്യമില്ല. ളുഹാൻ്റെ 2 റക്അത്തുകൾ നിസ്കരിച്ച്, തറാവി 2 റക്അത്ത് നിസ്കരിച്ച് ഓരോണ്ടാവും. 2 നിസ്കാരം ആദ്യം നിസ്കരിച്ചു, പിന്നെ കുറച്ചുകൂടി ബാക്കിയുള്ള നിസ്കരിച്ചു. അലി റളിയല്ലാഹു അൻഹു ഇഷ്റാഖിൻ്റെ സമയത്ത് ളുഹൻ്റെ 2 റക്അത്ത് നിസ്കരിക്കായിരുന്നു. പിന്നീട് കുറച്ചങ്ങോട്ട് പോയതിന് ശേഷം ബാക്കിയുള്ള നിസ്കരിക്കായിരുന്നു. അപ്പോൾ ഇഷ്റാഖിൻ്റെ സമയത്ത് ളുഹൻ്റെ അഫ്ളലായ സമയം എന്താണ്? ഒരു ഏകദേശം 11 മണി ഒക്കെ ആകുമ്പോഴാണ് അഫ്ളലായ 10:15 ആ സമയം അഫ്ളലായ സമയം. ഇഷ്റാഖിൻ്റെ ആ ഒരു പ്രത്യേകമായ ഫള് വരുന്ന സമയത്താണ് നിസ്കരിക്കുന്നത്. ളുഹയിലത്തെ 2 റക്അത്ത് അപ്പം നിസ്കരിക്കൽ അഫ്ളലുമാണ്. ഫൈദാ അദ്ഹന്നഹാറു, അതായത് അദ്ഹന്നഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ എന്തായി? പൊന്തിയാൽ. വമദാ മിൻഹു ഖരീബും മിൻ റുബുഇഹി, അതായത് സൂര്യൻ ഉദിച്ചത് മുതൽ എന്താണ് രാവിലെ എന്നുള്ളത് കാലാക്കി കഴിഞ്ഞാൽ, 4 ആക്കി ഭാഗിച്ചാൽ അതിലത്തെ ആദ്യത്തെ കാല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസല്ലി സ്വല, അതായത് ചുരുക്കം പറഞ്ഞാൽ നമുക്ക് പറയാം ഒരു 9 മണി. 9 രാവിലെ നഹാർ എന്ന് പറഞ്ഞാൽ അസറും പെടുന്ന ഒരു സമയമാണ് നഹാർ എന്നറിയുന്നത്. മനസ്സിലായ? അപ്പോൾ ലൈലെ നഹാർ, സൂര്യോദയം മുതൽ അസ്തമയം വരെ അത് ആക്കണമെങ്കിൽ കാല് എന്ന് പറയുമ്പോൾ ഒരു 10 മണി 9:30-10 മണിയായല്ലോ. ഫസല്ലി സ്വലാത്ത ദുഹ, അപ്പോൾ ദുഹ നിസ്കരിക്കുക. അപ്പോൾ ഒരു ഇതിൽ നിന്ന് മനസ്സിലായി ദുഹ ഒരിടത്ത് ഇഷ്റാഖും ദുഹ 2-2ആണ്. പക്ഷെ 2-2 അല്ല, 2-1ആണ്. അർബഅൻ, 4 നിസ്കരിക്കുക. എന്തുകൊണ്ട് 4 കൊണ്ട് തുടങ്ങിയത്? 2-നെക്കാട്ടി അഫ്ളല് 4. 2-നെക്കാട്ടി അഫ്ളല് ഒരാൾ ചോദിക്കുക, ഏത് അഫ്ളല്? 2-നെക്കാട്ടി അഫ്ളല് 4ആണ്. അതായത് അസ്ല് സുന്നത്ത്, അതായത് ളുഹ നിസ്കരിച്ച് എന്നുള്ളത് കിട്ടും. പക്ഷേ അതിൻ്റെ അദ്നൽ കമാൽ, പൂർണ്ണത്തിൻ്റെ ഏറ്റവും കുറവ് 4 നിസ്കരിക്കലാണ്. നിങ്ങളെന്താ ചോദിച്ചാൽ അത് വരുന്നുണ്ട്. അർബഅൻ 4, ഔ സിത്തൻ 6, ഔ സമാനിയ 8. 8ആണ് ഏറ്റവും കൂടുതൽ. 12 എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 12 നിസ്കരിക്കുകയാണെങ്കിൽ 8-12 നിസ്കരിക്കുന്നതിനെക്കാട്ടിയും നല്ലത് 8 നിസ്കരിക്കലാണ്. കാരണം സ്ഥിരപ്പെട്ടതല്ലേ അവിടെ മുന്തിക്ക. അപ്പോൾ 8ആണ് ഏറ്റവും ളുഹൻ്റെ അവസാനം. അപ്പോൾ ഒരാൾ ഇഷ്റാഖിൻ്റെ സമയത്ത് 2 നിസ്കരിച്ചാൽ അയാൾക്ക് ബാക്കി ബാലൻസ് 6 ഉണ്ടാവും. മസ്ന 2-2 നിസ്കരിക്കുക, 4 നിസ്കരിക്കാണ്ടിരിക്കുക. 4 നിസ്കരിച്ചാലും അസ്ല് സുന്നത്ത് കിട്ടി, കറാത്തൊന്നുമില്ല. കറാത്തൊന്നുമില്ല. 2-2ആണ്. അതെല്ലാം നിസ്കാരം അഫ്ളല് 2-2ആണ്. പിന്നെ അഹ്വാലനുസരിച്ച് എങ്ങനെ 2 നിസ്കരിച്ച് കഴിഞ്ഞ് 2 നിസ്കരിച്ചിട്ട് പിന്നെ ഇനിയും 2 നിസ്കരിക്കാണ്ട്, ദുഹറിൻ്റെ മുമ്പത്തത് 2 നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇനി 2 നിസ്കരിക്കാണ്ട്. പക്ഷേ 2 നിസ്കരിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിട്ട്
ബുദ്ധിമുട്ട് ആക്കിപ്പിക്കും, അല്ലെങ്കിൽ നിസ്കരിക്കാൻ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ 4 മിനിറ്റ് നിസ്കരിക്കുക. ഇപ്പോൾ ഇപ്പോൾ യാത്രകളിലൊക്കെ പോകുമ്പോൾ 4 നിസ്കരിക്കുക. ആരെങ്കിലും വന്നിട്ട് തോണ്ടലോ ഇതാക്കലോ സംസാരിക്കുക, ചിലവർ കിട്ടിയ ഗ്യാപ്പിന് സംസാരിക്കാൻ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ 4 നിസ്കരിക്കാറാണ് സലാം വിട്ടാണ്ട്. കാരണം നമ്മളെന്ത് ചെയ്യുക, 4 നിസ്കരിക്കാൻ തന്നെ വെച്ചിട്ടുള്ളതാണ്, ഒഴിവാക്കാറില്ല. യാത്രയിലും അല്ലെങ്കിലും ഒഴിവാക്കാം, യാത്രയിൽ കുറക്കാമല്ലോ നിസ്കാരങ്ങൾ. പക്ഷേ കൊണ്ടെടുക്കുന്ന സാധനം കൊണ്ടെടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും വന്നിട്ട് സംസാരിക്കലോ ഇതോ ഉണ്ടാവേണ്ട വിചാരിച്ചിട്ട് ചെയ്യുന്നതാണത്. അങ്ങനെ 4 നിസ്കരിക്കണമെങ്കിൽ 4ലും ഖിറാഅത്ത് ഉണ്ടാവും. ഫഖദ് നുഖീലത്ത് ഹാദിഹിൽ അഅദാദു കുല്ലുഹ, ഈ പറയപ്പെട്ട 2 4 6 8 അതിൽ 4 കൂടുതലും സ്ഥിരപ്പെട്ടിട്ടുള്ള. 4ഉം 6 സ്ഥിരപ്പെട്ടിട്ട് 4ലാണ് 4ൻ്റെ കുറവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നെന്ന് വന്നിട്ടില്ല എന്നല്ല, അത് കൂടുതലും അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് അഫ്ളൽ 4 എന്ന് പറഞ്ഞത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലാത്തു ഖൈറുൻ കുല്ലുഹ, നിസ്കാരം എന്തും ഖൈറാണ്. അത് ഫമൻ ഷാ, ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ ഫലിയസ്തക്സിർ കൊണ്ട് 2 അർത്ഥമുണ്ട്. ഒന്നുപോലെ ഈ 4 6 8 എത്ര വേണമെങ്കിൽ 4 വേണമെങ്കിൽ നിസ്കരിക്കട്ടെ, അല്ലെങ്കിൽ കൂട്ടിയിട്ട് 6 നിസ്കരിക്കുക, അല്ലെങ്കിൽ കൂട്ടിയിട്ട് 8 നിസ്കരിക്കട്ടെ, അതൊരർത്ഥം. മറ്റൊരർത്ഥം സാധ്യത ഉള്ളത് അവിടെ ഇനി 8ൻ്റെ മുകളിൽ ഒരാൾ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുക, അതും നിസ്കരിച്ചോട്ടെ, മുത്തലഖായിട്ട് നിസ്കരിച്ചോട്ടെ, ഖറാഅത്തൊന്നുമില്ലല്ലോ, ഖറാഅത്തൊക്കെ ഒഴിവായില്ലേ, അങ്ങനെ ഉദ്ദേശിക്കാം. വമൻ ശാഅ ഫലിയസ്തഖ്ലിൽ, വേണമെന്നുണ്ടെങ്കിൽ കുറക്കാം. അതും ഇവിടെ 8ൽ നിന്ന് 6ക്ക് കുറക്കാമെന്നോ, അല്ലെങ്കിൽ 6ൽ നിന്ന് 4ക്ക് കുറക്കാമെന്നോ, അല്ലെങ്കിൽ 4ൽ നിന്ന് 2ക്ക് കുറക്കാമെന്നോ ഉദ്ദേശിച്ചതായിരിക്കാം. അല്ലാഹു അഅലം. ഇവിടെ ആദ്യത്തെ റക്അത്തിൽ വശംസിയും രണ്ടാമത്തെ റക്അത്തിൽ വളുഹയും ഓതൽ സുന്നത്താണ്. ഇഷ്റാഖിൻ്റെ ഫളിൽ വെച്ചിട്ട് അങ്ങനെയല്ല നമ്മളങ്ങനെ പറയുന്നത്. പൊതുവെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്റാഖിൻ്റെ കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇഷ്റാഖ് തന്നെ നിസ്കരിക്കണം. അത് ളുഹൻ്റെ ഭാഗമാണ്. ളുഹാണത്, ളുഹൻ്റെ കൂലി കിട്ടല്ലോ, ളുഹയാണ് സാധനം. പക്ഷേ നിങ്ങൾക്ക് ആ സ്പെഷ്യൽ കൂലി കിട്ടണ ആ സമയത്ത് നിസ്കരിക്കണം, ഇഷ്റാഖിൻ്റെ സമയത്ത് നിസ്കരിക്കണം. സാധനം ഒന്നാണ്. അതന്നെ 200 ഉള്ളൂ ഇഷ്റാഖ്. പക്ഷെ ഇഷ്റാഖ് ശരിക്കും സാധനം എന്താ? ളുഹയാണ്. ആ സമയത്ത് തന്നെ നിസ്കരിക്കണം. ഡിലേ ആയി പള്ളിയിൽ ഇരുന്ന് ഡിലേ ആണ്, അങ്ങനെ ഡിലേ ആണ്, കുഴപ്പമൊന്നുമില്ല. അതായത് ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ കട്ടായി പോയി, പള്ളിയിൽ ഉറങ്ങുക, സംസാരിക്കുക, വെറുതെ ഇരിക്കുക, മൊബൈൽ കളിക്കുക, അതൊന്നും എന്തിനെ ബാധിക്കില്ല, ഇഷ്റാഖിനെ ബാധിക്കില്ല. ഒരാൾ മുണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കും, അല്ല ഒരാൾ പള്ളിയിൽ ഇരുന്ന് ഉറക്കി, കുഴപ്പമില്ല. വഖഫിൻ്റെ സ്ഥലത്തായിരിക്കണം, പള്ളീൻ്റെ പുറത്ത് റൗണ്ടിങ് നടക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടി. അവിടെ പിന്നെ ഒരു കൗലുണ്ട്, മുഅ്തമദല്ലാത്തൊരു കൗലുണ്ട്. എന്ത്? ദിക്റിലാവലാണ് അടിസ്ഥാനം, അല്ലാണ്ട് പള്ളിയിൽ ഇരിക്കലല്ല എന്ന്. നമ്മളൊക്കെ കൊറോണയുടെ കാലത്ത് എടുക്കുന്ന സാധനമാണ്. അയാളെ കാര്യം ഹാജത്തിനെ ബാധിക്കുന്നതൊന്നും ബാധിക്കില്ല. ഒന്നും എടുക്കല്, ടോയ്ലറ്റിൽ പോകല്, പെട്ടെന്ന് വീട്ടിൽ നിന്ന് വിളി വന്നപ്പോൾ വീട്ടിൽ പോയിട്ടൊന്ന് പെട്ടെന്ന് വരേണ്ടതുണ്ട്. അപ്പോൾ അതൊന്നും ചെറിയ ദിക്റിലാണെങ്കിലൊന്നും അങ്ങനെ ബാധിക്കാൻ സാധ്യതയുള്ളത്. മനസ്സിലായ? ഹജ്ജ് ഉംറൻ്റെ കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് വേണം. ഇല്ല അങ്ങനെ ദുആണ്. സാധനം എന്താ? ദുആണ്. സ്പെഷ്യൽ ഓഫർ കിട്ടണം, സ്പെഷ്യൽ ഓഫർ ഇതൊക്കെ വേണം പറഞ്ഞിരിക്കുക. ആ ഒരു എത്തിവാർ വെച്ചിട്ടാണ് ഹജ്ജ് ഉംറൻ്റെ കൂലി കിട്ടണം എന്നുണ്ടെങ്കിൽ.
സാധനം എന്താ ദുഹയാണ്. ആ സമയമല്ല, അത് നിസ്കാരം കഴിഞ്ഞ് ഇരുന്ന് അതുവരെ ഇരിക്കണതിൻ്റെ പ്രത്യേകതയാണ്. അത് അവർക്ക് മാത്രമുള്ള സ്പെഷ്യൽ ഓഫറാണ്. അത് വേറെ കാരണത്തെ ഈ ഇണങ്ങാന്ന് അറിയുമ്പോൾ ആ ഇണങ്ങലല്ല, ദിക്റിയിലായിട്ട് ഇരിക്കുക, ഒരു പരിധി വരെയല്ല ഇരിക്കുക. അത് അവിടുന്ന് ഇറങ്ങിയാലും അള്ളാഹിൻ്റെ റഹ്മത്ത്. അത് മലക്ക് പറയും, ആ ദാമ ഫി മുസല്ലാഹു, അയാൾ നിസ്കരിച്ചിരുന്ന ആ സ്ഥലത്തുണ്ടെങ്കിൽ അത് ആ സ്ഥലം തന്നെയാണോ അതാ പള്ളി മൊത്തമാണോ എന്ന് ചർച്ചയുണ്ട്. അള്ളാഹിൻ്റെ റഹ്മത്തുണ്ട്. നമ്മളിപ്പോൾ ആ സ്ഥലം തന്നെയാണെന്ന് പറയുമ്പോൾ കുറേ പ്രയാസം ഉണ്ടാവും, പ്രത്യേകിച്ചിട്ട് ളുഹ വരെ. ഒരാൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കാവില്ല. കാരണം പള്ളി മൊത്തം നിറഞ്ഞവരാവട്ടെ, ഇങ്ങനെ പറഞ്ഞവരാവട്ടെ, ഏറ്റവും കല്ലായ കൗലെടുത്തുന്നായി. പക്ഷെ അതൊക്കെ എന്താണ്, ഭയങ്കര കഷ്ടമാണ്. പറ്റണ പോലെ ഫത്തഖുല്ലാഹ മസ്തതഅ്തും. പേടിച്ചിട്ട് കാലിനെ മുട്ടി നിർത്തല അങ്ങനെയൊക്കെ പറ്റും. അതന്നെ, പറ്റണ പോലെ. പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓരോരുത്തരും അവരാർക്ക് പറ്റണ പോലെ ഫത്തഖുല്ലാഹ മസ്തതഅ്തും. പകുതിയിരിക്കല്ലേ, ഒന്നോലെ ഒതുങ്ങിയിരിക്കാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പിന്നെ ചിലത് ശൈത്താന് ഭയങ്കരമായി സുന്നത്തെടുപ്പിക്കും ചില സമയത്ത്. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്. അതെന്തിനാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെടുത്തിച്ചിട്ട് അത് വീടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുണ്ട്, ശൈത്താൻ്റെ അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. ആണ്ട് ഭയങ്കര എക്സ്ട്രീം ലെവലിലേക്ക് എത്തിക്കും, പിന്നെ ആണ്ട് ഒന്നും ഇല്ലാണ്ടാവും. അതാണ് നമ്മളത് സൂക്ഷിക്കാം. അത് അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥയിൽ നമ്മൾ ഒറ്റയടിക്ക് അങ്ങനെ പോകുമ്പോൾ അല്ല, കുറച്ചായിട്ട് ആ സമയത്താണ്ട് ചെയ്തോ. പിന്നീട് നമ്മൾ വീണ്ടും പോകുമ്പോൾ തീരെ ആ മാക്സിമം ലെവലൊന്നും വേണ്ട, പടിപടിയായിട്ട് കയറി വരട്ടെ. വലൈസ ബൈന الطلوع والزوال راتبة من الصلوات إلا هذه. നിസ്കാരം, സുന്നത്തായ നിസ്കാരം ഉദയം മുതൽ സവാല് വരെയുള്ള സമയം, സവാല് മനസ്സിലായല്ലോ, ആ സമയം വരെ വേറൊരു സുന്നത്ത് നിസ്കാരമില്ല. ദുഹല്ലാത്ത ഒരിടത്ത് ഇഷ്റാഖും, പക്ഷെ ഇഷ്റാഖും ദുഹയാണെന്ന് പറഞ്ഞില്ല. പിന്നെ തസവുഫിൻ്റെ ആൾക്കാർ നമ്മളൊക്കെ പറയേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഇഷ്റാഖിന് ശേഷം രാവിലെ തന്നെ രാവിലെ ഇഷ്റാഖിന് ശേഷം ഇസ്തിഖാറത്തിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുക. എന്നാൽ ഇസ്തിഖാറത്തിൻ്റെ ദുആ ചെയ്യുക നിസ്കാരം കഴിഞ്ഞിട്ട്. എന്തിനാണ്? ആ ദിവസം മൊത്തം അള്ളാഹു ഖൈറിക്ക് നടത്തിക്കാൻ വേണ്ടിയിട്ട്. അത് ഖൈറാണ്, അള്ളാഹുവിൽക്കല്ല അത് ഏൽപ്പിച്ചിട്ട് ആ ദിവസം തുടങ്ങാം. മനസ്സിലായ? പ്രത്യേക ഹാജത്തല്ല, എല്ലാ ഹാജത്തും അള്ളാഹു ഈ ദിവസത്തിൽ ഇന്ന ഖൈറിക്ക് നടത്തി തരണേ എന്നുള്ളതാണ്. മനസ്സിലായ? ഇഷ്റാഖ് കഴിഞ്ഞിട്ട് ഇസ്തിഖാറത്തിൻ്റെ 2 റക്അത്ത്, അത് ഇസ്തിഖാറത്തിൻ്റെ. അപ്പോൾ ഓര് പറഞ്ഞതും അതും വൈരുദ്ധ്യമായി ഇല്ല. ഓര് പറഞ്ഞത് സുന്നത്തായി നിശ്ചയിക്കപ്പെട്ട സമയത്തുള്ള സുന്നത്ത്. ഇസ്തിഖാറത്ത് അങ്ങനെയല്ലല്ലോ. ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞ് നിശ്ചയിച്ച സമയത്തും ഇതല്ലല്ലോ. ഇല്ലില്ല, ഇസ്തിഖാറത്ത് ദുആ മാത്രമാക്കാൻ നിസ്കാരമില്ലാണ്ട്. പക്ഷെ ഔല നിസ്കരിച്ചിട്ട് ളുഹാണല്ല, ളുഹൻ്റെ ഏറ്റവും കുറവാണല്ലോ 2 റക്അത്ത് ഇഷ്റാഖ്. ഔല 4ൻ്റെ താഴെ കുറയാണ്ടിരിക്കല്ല നല്ലത്. അപ്പോൾ 2 റക്അത്തും കൂടി ബാക്കി വരും. ആൾക്കത് ഇസ്തിഖാറും ഇഷ്റാഖും കൂടി അല്ല ളുഹം കൂടി ഒരുമിച്ചാക്കാം, കമ്പൈൻ ചെയ്യാം. മനസ്സിലായ? എന്നിട്ട് പറഞ്ഞു ഫമാ ഫളല അൻഹു മിൻ ഔഖാതിക, അതായത് തൻ്റെ ബാക്കിയുള്ള സമയങ്ങൾ ഒഴിവായ രണ്ടും നിയ്യത്ത് വെക്കാം.
അത് ഏത് വെച്ചാലും ഒരുപോലെ തന്നെയാണ് ഇപ്പം. അതെ ശരി. ദുഹൻ്റെ നീയത്ത് വെച്ച് നിങ്ങൾ അങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ ആ കൂലി കിട്ടും. ഇഷ്റാഖിൻ്റെ നീയത്ത് വെച്ച് ആ സമയത്ത് ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ദുഹയാണത്. രണ്ടും കൂടി വെക്കണ്ട. ഇഷ്റാഖ് തന്നെയാണ് ദുഹ, ദുഹ തന്നെയാണ് ഇഷ്റാഖ്. ഒരു സാധനമാണ്. നിങ്ങളിങ്ങനെ ഇരുന്നാൽ അത് കിട്ടി, ഇരുന്നില്ല അത് കിട്ടിയില്ല. കൂലിയിലുള്ള വ്യത്യാസം ഇല്ല. പിന്നെ പ്രശ്നം ഇഷ്റാഖ് എന്ന് വെച്ചാലും ദുഹ എന്ന് വെച്ചാലും ഒക്കെ ഒരുപോലെ തന്നെ ഉണ്ടാവും. ഒരു പറഞ്ഞ് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ദുഹ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ കൈ കെട്ടി പള്ളിയിരുന്ന് ആ സമയം വരെ ഇരുന്നിട്ട് നിസ്കരിച്ചാണ് അയാൾ കിട്ടി. അയാൾ വീട്ടിൽ എന്താണ് ചായ കുടിക്കാൻ പോയി, ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് അയാൾ ഇഷ്റാഖ് നിസ്കരിക്കാന്ന് പറഞ്ഞിട്ട് ഇഷ്റാഖ് നിസ്കരിച്ചിട്ട് കൈ കെട്ടിനാൽ ദുഹ കിട്ടി, ഇഷ്റാഖിൻ്റെ കൂലി കിട്ടിയില്ല. സാധനം ഒന്നാണ്, സാധനം ഉണ്ടല്ല. മനസ്സിലായ? സ്പെഷ്യൽ ഓഫറിൻ്റെ ടൈമിന് വന്നാൽ സ്പെഷ്യൽ ഓഫർ കിട്ടും. സാധനം തന്നെയാണ്. ഫുൾ പൈസ കൊടുക്കണോ അതാ സ്പെഷ്യൽ ഓഫർ കിട്ടണോ എന്നുള്ളതാണ്. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് അത്. ആ സമയത്ത് അതന്നെ അത്. അപ്പോൾ എന്തിന് 4 കിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇഷ്റാഖ് വേറെ സമയത്തും ദുഹൻ്റെ അഫ്ളൽ ടൈമിൽ ദുഹ നിസ്കരിച്ചതായി അങ്ങനെ പറയാം. നമ്മൾ പറഞ്ഞു തരുന്നില്ലേ? ഇഷ്റാഖിൻ്റെ സമയത്ത് ഇഷ്റാഖും ദുഹൻ്റെ സമയത്ത് ദുഹം എന്നറിയും. എന്തിനാ അങ്ങനെ പറയുന്നത്? 2 അഫ്ളൽ സമയം ഉപയോഗിക്കാൻ. ഒന്ന് ഹജ്ജ് ഉംറൻ്റെ കൂലി കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്ന് 4 കംപ്ലീറ്റ് ആവണം മിനിമം. അഫ്ളൽ വക്തിൻ്റെ സമയത്ത് ദുഹ നിസ്കരിച്ചതായി. അപ്പം ഈ അഫ്ളലും കിട്ടി, ഈ ഇതും കിട്ടി. മനസ്സിലായ? ദുഹയിൽ പെടുത്താം. ഇസ്തിഖാറത്ത് ഒരു നിസ്കാരമാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊന്നിലേക്ക് ചേർക്കാൻ പറ്റുന്നതുമാണ്. ഏതുവരെ ഉളുവിൻ്റെ സുന്നത്ത് പോലെ തയ്യത്തൊക്കെ പോലെ. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായിട്ടില്ല? അപ്പോൾ പ്രശ്നമില്ല. എന്നെ രണ്ടായിട്ട് അമൽ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. സാധനം ഒന്നാണ്. അതന്നെ, അതിനിയും ആവർത്തിക്കാം. 4 ആക്കാം, 6 ആക്കാം, 8 ആക്കാം. മനസ്സിലായ? ഒഴിവാക്കണ്ടെന്ന്. ഒരാള് കുറക്കുമ്പോൾ ഇങ്ങത്തണ്ടത് കൂട്ടാ. വെറുതെ വേസ്റ്റ് ചെയ്യണം. എന്തിനാ? എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കാം. ആ എന്ത് അയാൾക്ക് എന്ത് കയറാത്ത? അയാൾ എണിച്ച സമയത്ത് അപ്പം തന്നെ അപ്പാടെ നിസ്കരിക്കന്നെ. അവിടെ എന്തപ്പോൾ കറാത്തുള്ളത്? കറാഹത്ത് എന്ന് പറഞ്ഞാൽ കാരണമല്ലാത്ത നിസ്കരിക്കാനാണ് കറാഹത്ത്. എല്ലാം കാരണം പിന്തിയ കാര്യത്തിൽ. കാരണമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വന്നിട്ട് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ പറ്റൂല. എല്ലാം കാരണം പിന്തിയതായിരിക്കണം. പിന്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്തിഖാറത്ത് പോലെ. സഫർ പിന്തിയതാണല്ലോ, നിസ്കരിച്ചിട്ടല്ലേ ഇറങ്ങുന്നത്. അത് പറ്റൂല. അത് കാരണമുള്ള നിസ്കാരമായിട്ട് കൂട്ടൂല. കാരണം ഉണ്ടായിട്ടാണ് നിസ്കരിച്ചത്. അതാ കാരണം നിസ്കാരത്തിൻ്റെ ശേഷമാണോ ഉണ്ടാവുന്നത്? പറ്റൂല. തഹിയ്യത്തിൻ്റെ കാരണം ഉണ്ടാവുന്നത് എപ്പോഴാ? കടന്നുകൊണ്ടങ്ങനല്ലേ ഉണ്ടാവുന്നത്. പറ്റും. കാരണം മുന്തിയ നിസ്കാരം മാത്രം നിസ്കരിക്കാൻ പറ്റും. കാരണം സമമായാലും കാരണം ശേഷമായാലും പറ്റൂല. സമമാവാന്ന് പറഞ്ഞ ഇസ്തിഖാറത്ത് പോലെ. മനസ്സിലായ? ഉളു എടുത്തിട്ടല്ലേ ഉളുവിൻ്റെ സുന്നത്ത് വരുന്നത്. ഇഹ്റാമിൻ്റെ സുന്നത്തും പറ്റൂല. കാരണം ഇഹ്റാമിൻ്റെ സുന്നത്ത് ഇഹ്റാം കെട്ടണതിൻ്റെ മുമ്പാണ്, ഇഹ്റാം കെട്ടിയിട്ടല്ല. അപ്പോൾ കാരണം ഉണ്ടായത് എപ്പോഴാണ്? ശേഷമാണ്. അപ്പോൾ അത് കറാഹത്തിൻ്റെ വക്തി നിസ്കരിക്കാൻ പറ്റില്ല. കറാഹത്ത് പേരാണ്, ഹറാമാണ് സാധനം.
ശേഷമൊക്കെ പേറാൻ കിട്ടുകയാണെങ്കിൽ ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കരിക്കാൻ കഴിയൂല. ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ ഖറാഅത്തിൻ്റെ വക്തിയിലായിരിക്കരുത്. ഓക്കെ, കാരണം എന്താ? കാരണം പിന്തിച്ച സമയമാണ്. അപ്പം മുന്തിച്ച കാരണമുണ്ടെങ്കിൽ മാത്രമാണ്, കാരണം വേണം, കാരണം നടന്നിരിക്കണം. അപ്പോൾ ഉളൂവിൻ്റെ നിസ്കാരമായി. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹ്റാമിൻ്റെ കൂലിയും തരട്ടെ എന്ന് വെക്കാം. അല്ലാണ്ട് ഇഹ്റാമിൻ്റെയും എന്ന് പറയാൻ പറ്റൂല. കാരണം ഇഹ്റാമിൻ്റെ സുന്നത്ത് അവിടെ നിസ്കരിക്കാൻ കഴിയൂലല്ലോ. ചേർക്കണേൽ എങ്ങനെ ചേർക്കാത്? ആ സമയത്ത് നമ്മളൊക്കെ പറയാ എന്ത് ചെയ്യുക, ആണ്ട് ഉളുവെടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുക. എന്തിൻ്റെ? ഉളുവിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുക. അള്ളാഹുവിൻ്റെ കറമ കൊണ്ട് അവർക്ക് എന്ത് തരട്ടെ, ഇഹ്റാമിൻ്റെ കൂടി തരട്ടെ എന്ന് വെക്കുക. അല്ലാണ്ട് അത് അള്ളാഹിൻ്റെ കറമയിൽ ഇട്ട് കൊടുക്കുക. അല്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയൂല. അപ്പോൾ ഇനി ബാക്കിയുള്ള സമയം അത് അതിൽ 4 അവസ്ഥയാണ് മനുഷ്യൻക്കുള്ളത്. അതായത് ഇനി ബാക്കിയുള്ള സമയം ഉദിച്ചു, 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നെ അഫ്ളൽ 4 നിസ്കരിക്കലോ 6 നിസ്കരിക്കലോ 8 നിസ്കരിക്കലാണ്. അപ്പോൾ ദുഹ മാത്രമാണ് ഈ സമയത്ത് ഇങ്ങ് അമലായിട്ട് നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഇങ്ങ് വലിയ നീണ്ടു കിടക്കുന്ന സമയമുണ്ടല്ലോ, ഈ സമയങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ 4 അവസ്ഥയുള്ളത്. അൽ ഊല, ഏറ്റവും വഹിയൽ അഫ്ളലു, ഏറ്റവും അഫ്ളലായത് അൻ തസ്രിഫഹു, ഈ സമയം ചെലവാക്കുക, ഇലാ തലബിൽ ഇൽമി നാഫിഇ, നാഫിആയ ഒരു ഇൽമ് തേടൽ, ഫിദ്ദീനി, ദീൻ്റെ കാര്യത്തിൽ, ദൂനൽ ഫുദൂലി അല്ലദീ അകബ്ബൻ നാസു അലൈഹി വസമ്മൗഹു ഇൽമൻ. എന്താണ്, ചിലർ ഇൽമ് എന്ന് പേര് വെച്ച കുറേ ക്ലാസ്സുകളുണ്ടാവും. അതല്ല, ശരിക്കും അയാൾ അമലിന് ഉപകാരപ്പെടുന്ന ഇൽമ്. മനസ്സിലായ? അമലിനോ അയാളെ ഈമാനോ ഉപകാരപ്പെടുന്ന ഇൽമ്, ആ ഇൽമിലേക്ക് പോവാം. അത് ആരാണ്? എല്ലാവരും എന്നറിയാം. ഇൽമ് പഠിക്കണവർ മാത്രമല്ല, സാധാരണ ഒരു മനുഷ്യന് ഒരു സമയം കുറേ ദിക്ർ ചൊല്ലണതാണോ ഔല, അത് ഇൽമിൻ്റെ മജ്ലിസിൽ പോയിട്ട് ഇൽമു മനസ്സിലാക്കാനൊന്നും ഇരിക്കുന്നതാണോ ഔല, ഇൽമിൻ്റെ മജ്ലിസിനെ മുന്തിക്കലാണ് അവിടെ ഔല. ഇപ്പോൾ ഇഷ്റാഖുണ്ട്, ഇൽമിൻ്റെ മജ്ലിസുണ്ട്, ഏതാ മുന്തിക്കേണ്ടത്? രണ്ടും കൂടി ഒരുമിക്കേണ്ടത് ഇപ്പോൾ ഹൈർ. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലോ ഇൽമിൻ്റെ മജ്ലിസ്. പ്രത്യേകിച്ച് സാധാരണ ഒരാൾക്ക്, കാരണം അയാൾക്ക് ചിലപ്പോൾ അതുകൊണ്ട് വലിയ ഹൈറുണ്ടായിരിക്കാം. വൽ ഇൽമു നാഫിഉ, നാഫിആയ ഇൽമ് എന്താണ്? നാഫിആയ ഇൽമ് എന്താ? മാ യസീദു ഫീ ഖൗഫിക മിൻ അല്ലാഹി തആല, അള്ളാഹുവിനെ ഭയക്കാൻ ആ ഭയം വർദ്ധിപ്പിക്കുന്ന സാധനം. അതായത് ആ ഇൽമ് പഠിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്? ഭയം വർദ്ധിക്കും. വയസീദു ഫി ബസീറതിക ബിഉയൂബി നഫ്സിക, തൻ്റെ നഫ്സിൻ്റെ കുറവുകളും കുറ്റങ്ങളും അയ്ബുകളൊക്കെ കൂടുതൽ കാണാനും മനസ്സിലാക്കാനുമുള്ള വഴിയാണ് ഈ ഇൽമ്. അപ്പോൾ നാഫിയായ ഇൽമാണ് ഇതുണ്ടാവും. അപ്പോൾ അതിൻ്റെ വഴി എന്താണ്? ആ നാഫിയായ ഇൽമു പഠിക്കണതിൻ്റെ തസവുഫിൻ്റെ ആൾക്കാരെടുത്ത് പോവുക, അഖ്ലാഖ് എന്താന്ന് മനസ്സിലാക്കുക, സുഹദ് എന്താന്ന് മനസ്സിലാക്കുക, സുഹദിൻ്റെ കുത്തുബുകൾ ഓതാ. വയസീദു ഫി മഅരിഫതിക ബിഇബാദതി റബ്ബിക അസ്സ വജൽ, നാഫിയായ ഇൽമ് എങ്ങനെയാണ്? അപ്പോൾ ഒന്ന് പറഞ്ഞ് ഖൗഫ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ മരണത്തിനെ കുറിച്ചിട്ട് കേൾക്കുക, കാണാന്നൊക്കെ ആയി, അല്ല കേൾക്കുക വായിക്കാന്നൊക്കെ ആയി. മലയാളത്തിൽ പറയുന്നത് ഡിബേറ്റ്സ് ഉണ്ടായിരുന്നു. ദൈവ ഭയമാണോ ദൈവ സ്നേഹമാണോ ഒരാൾക്ക് ഉണ്ടാവേണ്ടത്? അപ്പോൾ ശരിക്കും ഒരാൾക്ക് ഇരുന്നുകൊണ്ട് പഠിച്ചുകൊണ്ട് സ്നേഹമാണോ? രണ്ടും വേണമല്ലോ. കാരണം റജാഉം ഖൗഫും വേണം. ഇന്ന റബ്ബക ഷദീദുൽ ഇഖാബ് എന്നുള്ള പറഞ്ഞു, ഇന്നഹു ലഗഫൂറുർ റഹീം എന്ന് പറഞ്ഞു ഒരായത്തിൽ അല്ല പറഞ്ഞു. അതായത് ഒരാൾക്ക് പേടി വേണം, എപ്പോഴും പേടി വേണം.
അതുപോലെ തന്നെ പ്രതീക്ഷയും വേണം. രണ്ടും റബ്ബ് ഒന്നാണ്. അപ്പൊ ചോദ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവസ്നേഹം എന്ന് പറയുന്ന കാര്യം ഇസ്ലാമിൽ കൂടുതലും ദൈവഭയം എന്നുള്ള കൂടുതലില്ല, സമമാണ്, ഓരോരുത്തരുടെ അവസ്ഥയാണ്. സംസാരത്തിൽ കൂടുതലും അത് ഹൗഫാണ് വരേണ്ടത്, ഹൗഫാണ് വരേണ്ടത്. റജാ വന്നതുകൊണ്ടാണ് ഫസാദ് ഉണ്ടാകുന്നത്. ഒരാൾ സുഫിയാൻ റഹിമഹുല്ലാഹ് പറയണ്ടല്ലോ, ഒരാൾ ഭയങ്കരമായ റജാ തന്നിട്ട് ഇന്നെ എന്താണ് ഹലാക്കാക്കി കൊല്ലണതിനെക്കാട്ടി ഹൈർ ഇന്നെ പേടിപ്പിച്ച് നിർത്തുന്നതാണ്. സിഹത്തുള്ള കാലത്തോളം പേടിയാണ് വേണ്ടത്. ആ റജ ഇപ്പം എന്ത് വന്നാലും അള്ളാഹ് വർത്തരും എന്നറിയും. അതല്ല റജ, അതിനെ റജ എന്ന് വിളിക്കില്ല, അതിനെ വേറെ എന്തൊക്കെ വിളിക്കാം. അതിനെ വിളിക്കുന്ന പേരാണ് അതിമോഹം. മോഹമാണത്. ഒന്നും ചെയ്യാണ്ട് റബ്ബെല്ലാം ഏതുപോലെ ഉണ്ട്. ഇയാൾ വേറെ റൂമിലാണ് എടുക്കുന്നത്, ഇയാൾ കെട്ടിയോൾ വേറെ റൂമിലാണ് എടുക്കുന്നത്. അള്ളാഹ്ക്ക് എല്ലാതും കഴിവുള്ളവനാണ്, റബ്ബ് മക്കളെ തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ കുത്തിരിക്കുന്നു. അകോലത്തിലുള്ള പോലെ ഉണ്ട്. അതിമോഹം. നിസ്കാരത്തിലേക്ക് കടക്കുന്നത് സാധാരണ ഒരാൾ ഹൗഫ് കൊണ്ട് തന്നെയാണ് കിടക്കേണ്ടത്, അല്ലാണ്ട് റജാ കൊണ്ട് എന്ന് പറയുമ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് റജാ, നിസ്കാരത്തിൽ കിടക്കുമ്പോൾ ഹൗഫ് കൊണ്ടാണ് കിടക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ റജാവ് കൊണ്ട് കിടക്കാന്ന് പറഞ്ഞാൽ റജാവ് കൊണ്ട് കിടക്കണവരുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ ഒരു സാധാരണ ഒരു മനുഷ്യൻ റജാവ് കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ അയാളൊന്നും നടക്കൂല, പേടി കൊണ്ട് കിടക്കണം. കാരണം നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, നിസ്കാരം എന്ന് പറഞ്ഞാൽ മലക്കുകൾ എഴുതി വെച്ചിട്ടില്ല. നിസ്കാരം അപ്പം സലാം വീട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യും, കണക്ക് തീർത്തിട്ടാണ് തരും. അതായത് അയാൾ നിസ്കാരം സ്വീകരിക്കപ്പെട്ടതാണോ അല്ലേന്ന് അപ്പം നിശ്ചയിക്കും. അപ്പോൾ അയാൾ നിസ്കാരം അങ്ങനെയാണെങ്കിൽ കടലാസ് ചുരുട്ടി കൂട്ടി പോലെ ചുരുട്ടി കൂട്ടി മൂന്ന് കണ്ട് വലിച്ചെറിയും. അയ്യാണ്ട് എൻ്റെ പണിയായിട്ട് പോയിക്കോളി എന്ന് പറയും. അപ്പോൾ പേടിയാണോ വേണ്ടത്, റജാണോ വേണ്ടത്? പേടിയാണോ വേണ്ടത്? അല്ല അള്ളാഹ് എന്നെ പേടിക്കുമെന്നാണോ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നതാണോ അല്ല എന്താണ്, അല്ല അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. നിങ്ങൾ പേടിയോടുള്ള സ്നേഹമാണ് ഭക്തി. പേടിയും വേണം, സ്നേഹവും വേണം. പേടിയോടുള്ള സ്നേഹം അത് റബ്ബിനെ കൊടുക്കാൻ പറ്റുള്ളൂ പൂർണ്ണമായ രൂപത്തിൽ. അപ്പോൾ സ്നേഹിക്കുന്നു 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 എന്നൊരാൾ പറഞ്ഞു, പക്ഷെ ഭയമില്ല എന്നുണ്ടെങ്കിൽ അത് റബ്ബിനോടുള്ളതായില്ല. ഭയം വേണം. സാധാരണ ഒരു മനുഷ്യന് ഏത് വഴി കൂടി പോവാ, ഭയത്തിൻ്റെ വഴി കൂടി സാധാരണ മനുഷ്യൻ നടക്കാം. മനസ്സിലായ? ഹുബിൻ്റെ വഴി എന്നറിയണ്ട്. ഈ ഹുബിൻ്റെ വഴി എന്താണ് ശരിക്കും? അത് ചോദിക്കേണ്ട ചോദ്യമല്ലേ. ഹുബിൻ്റെ വഴി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ, പേടിച്ചിട്ട് ബഹുമാനത്തോണ്ടും ഇഷ്ടത്തോണ്ടും പേടിക്കുന്നതല്ലേ, അല്ലാണ്ട് വെറുതെ ആണ്ട് പേടിക്കലല്ലേ. ഒന്ന് കുറച്ച് ഈ ഹുബ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതൊക്കെ നിസ്കാരമൊന്നും ശരിക്കും വക്തി നിസ്കരിക്കാണ്ട് നിങ്ങൾ വന്നിട്ട് പറയുകയാണ് ഹുബാണ്, അള്ളാഹിന് ഇഷ്ടമാണ്, അപ്പോൾ അതെന്തും പുറത്തരും എന്നാണ്. എന്താണ് നിങ്ങളെ ഹുബിൻ്റെ ഡെഫിനിഷൻ? അല്ല, ആ നിസ്കാരത്തിന് ഹുബോടുകൂടി ആ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ ആ ഒരു ഹുബിൻ്റെ ഹാലും ഹുബിൻ്റെ ഹാലും രണ്ടല്ലേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ അതൊക്കെ അവിടെ എത്തുമ്പോൾ ആ ഒരു ദർജത്തിൽ എത്തിയിട്ട് നമുക്ക് സംസാരിക്കാം. ദർജത്തിൽ എത്താണ്ട് ഹുബ് കൊണ്ടോ ഹൗഫ് കൊണ്ടോ ഒരാൾ ശരിക്കും കിടക്കേണ്ടത് പേടിയോണ്ട് കിടക്കേണ്ടതാണ്. ഞാൻ പഠിപ്പിച്ചെന്നല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടല്ലോ, സല്ലു സ്വലാത്ത മുവദ്ദിഅ, മരിക്കാൻ പോകുന്ന ആളെ നിസ്കാരങ്ങൾ നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞു. മരിക്കാൻ പോകുന്ന ആൾ ഹുബ്ബോടെ നിസ്കരിക്കുക, പേടിയോടെ നിസ്കരിക്കുക. ഇപ്പോൾ അവസാന കാലത്തെ ഹുബ്ബ് എന്ത് പറഞ്ഞാലും ഒരു ഹുബ്ബുണ്ട്. ഹുബ്ബ് വേണം, വേണ്ടെന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഹുബ്ബ് വല്ലാത്ത ആ ഹുബ്ബിൻ്റെ ഡെഫിനേഷൻ ഭയങ്കര അപകടകരമായ ഡെഫിനേഷനാണ്.
ശരിക്കുള്ളൊരു ഹുബ്ബ് ഭയത്തോടെയുള്ളൊരു ഹുബ്ബാണ്. എന്താണ് ഭയം? ശരിക്കുള്ള ഹുബ്ബിൽ ഭയമുണ്ട്. അപ്പോൾ ഈ സൂഫിയാക്കൾ പറയുന്ന ഹുബ്ബ് നിങ്ങൾ വിചാരിക്കുന്ന ഹുബ്ബല്ല, ഈ വാളിൻ്റെ മൊയ്ലാക്കന്മാർ പറയുന്ന ഹുബ്ബല്ല. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹബീബിൻ്റെ ഇത് സ്വീകരിക്കില്ല എന്ന് പേടിയോടെ നിസ്കരിക്കുന്നതാണ് ഹുബ്ബ്. അതൊരു ഹൗഫ് തന്നെയല്ലേ. ഇന്നോട് ഒഴിവായി പോവോ, ആ ഹബീബിൻ്റെ ദൂരമായി പോവോ എന്നുള്ള പേടി വേണമെങ്കിൽ ഇപ്പോൾ ബുർദ നോക്കിയാൽ മിൻ തദക്കുരി ജീറാനിൻ ബിദി വസജ്ത ദംഅൻ ജറാമിൻ മുഖ്ലത്തിൻ ബിദമി അമഹബ്ബത്തി റീഹു മിൻ, അതായത് ഷൗഖ് കൊണ്ട് ഇഷ്ഖ് കൊണ്ട് പറയണം, കരങ്ങി വല്ലാത്ത ഔഷനായി, പേടിയാണ്. ബുർദ നോക്കിയാൽ പറയും പേടിയാണ്, നഷ്ടപ്പെടോന്ന് പേടിയാണ്, ദൂരമായോന്ന് പേടിയാണ്. അപ്പോൾ എവിടെയാണോ വൈരുദ്ധ്യം? സാധനം ഒന്നാണ്, പക്ഷെ പറയുന്നത് ആരാന്ന് വെച്ചാൽ മതി. പറയുന്നത് ചെറിയ എന്താണ് ഒരു നാടൻ വന്നിട്ട് എനിക്ക് ഒബ്ബുണ്ട് എന്ന് പറയുക എന്താണോ അതാ ഹഖീഖത്തിലുള്ള ജാഹിദായ തഖിയായ അല്ലാഹുവിനെ ആബിദായ മനുഷ്യൻ പറയുന്നതാണോ? രണ്ടും രണ്ടാ, സാധനം ഒന്നല്ല, പേരാണ് സിമിലറുള്ളൂ. ഈയൊരു ചർച്ച കേട്ടപ്പോൾ മനസ്സിൽ കയറിയതാണ്, ദൈവഭയമാണോ ദൈവസ്നേഹമാണോ ഒരു മനുഷ്യന് വേണ്ടതെന്നുള്ള ഒരു ചർച്ച ശരിക്കും പറഞ്ഞാൽ അത് കഴമ്പില്ലാത്തൊരു ചർച്ചയിലേക്കാണ് അവസാനിക്കുക. കാരണം എന്താ വെച്ചാൽ അത് ചർച്ച വസ്തുവല്ല അത്. പിന്നെ ഇതിൽ ചർച്ച ചെയ്യുമ്പോൾ ഇതന്നെ ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഇപ്പോൾ വിഷമകരമായ കാര്യം 95% പ്രസംഗവും ആൾക്കാർ പ്രതീക്ഷ കൊടുക്കുകയാണ്, ഭയങ്കരമായി ഓപ്പണായ പ്രതീക്ഷയാണ്. അപ്പോൾ പ്രതീക്ഷ മാത്രം കൊടുത്താൽ പേടി വേണ്ടേ? നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കൂ, നിങ്ങൾക്ക് കൂലി കിട്ടും. എന്നോട് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ നിങ്ങൾ കുറേ സമയത്ത് പേടിപ്പിക്കുക ചെയ്യരുത്. ഞാൻ പറയും പേടിച്ചോളി, പേടിക്കാനുള്ള വക ഉണ്ടല്ലോ. ഒരാൾ സുന്നത്തുകൾ വിട്ട് കഴിഞ്ഞാൽ അയാൾ ഫാസിഖാവും. ഉള്ള സാധനം ഞാൻ പറഞ്ഞാണ്, ഉള്ള സാധനം പറഞ്ഞു, ഇല്ലാത്ത സാധനം ഉണ്ടാക്കി പറഞ്ഞല്ല. അപ്പോൾ ഇന്നിപ്പോൾ കുറേ ആൾക്കാർ സുന്നത്ത് നിസ്കരിക്കണില്ല. കാരണം സുന്നത്ത് നല്ലതല്ലേ, പ്രതീക്ഷ. എന്ത് പ്രതീക്ഷയാണോ ഇയാൾ കാത്തിക്കുന്നത്? അല്ലാഹു അഅലം. നിങ്ങൾ പറഞ്ഞ ഹുബ്ബല്ല, അത് പറഞ്ഞ ഹുബ്ബ് അതൊരു വേറെന്തോ ഒരു സാധന. ശരിയായ ഹുബ്ബ് ഒരാളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കും. ശരിയായൊരു ഹുബ്ബ് ശരിയായ ഹുബ്ബ് എങ്ങനെ ഇരിക്കും എന്നറിയോ? ശരിയായ ഹുബ്ബ് മജ്നൂൻ ലൈല പറഞ്ഞല്ലോ, ലൈലിൻ്റെ മജ്നൂൻ പറഞ്ഞ് ഞാൻ രാത്രി ഇതുണ്ടല്ലോ പ്രാവ് എണിക്കണതിൻ്റെ മുമ്പ് രാത്രി ഞാൻ എണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സത്യം നുണയനാണ് മഹബത്തിൽ. കാരണം ഉറക്കത്തിൽ നിന്ന് എനിക്ക് അത്രയും ഭയത്തോടെ ഞാൻ എണിക്കണമല്ലോ. എൻ്റെ ഹബീബിനെ എനിക്ക് കാണണം എന്നുള്ള ഷൗക്ക് കൊണ്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങി കഴിഞ്ഞാൽ തന്നെ ഉണരണമല്ലോ, ഓർമ്മ ഉണ്ടാവണമല്ലോ. ഇന്നെക്കാട്ടി മുമ്പ് പ്രാവും കുരങ്ങനും മറ്റേതൊക്കെ എണിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ മുഹിബല്ല. കാരണം അവർ എണിച്ചു, ഞാനിപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക, ഗഫലത്തിലാണ്. എവിടെ എൻ്റെ മഹബത്ത്? വേറെ ഏതോ റോട്ടിക്ക് എന്നെ തെച്ച നിങ്ങൾ പറയുന്ന സാധനമല്ല അത്. ആൾക്കാർ ഇന്നിപ്പോൾ പ്രസംഗിക്കുന്ന സാധനം അത് മഹബത്തല്ല. അതിന് മഹബത്തെന്ന് വിളിക്കാൻ കഴിയൂല, അത് നുണയാണ്. ആ മഹബത്തല്ല, അതൊരു വല്ലാത്ത ഡേഞ്ചർ വഴിയാണ്. ശരിക്കുള്ള മഹബത്ത് ഹൗഫിനോടൊപ്പം റജാവും വരണം. ഒരാൾ ആവതുള്ള കാലത്ത് പേടിച്ച് അമലെടുത്ത് ആവതില്ലാത്ത കാലത്ത് ആൾ പറയുക റബ്ബേ
എനിക്കാവുന്നില്ല. റബ്ബിൻ്റെ പ്രതീക്ഷയിലാണെങ്കിൽ എൻ്റെ എല്ലാതും. എനിക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയണ അവസ്ഥയല്ല റബ്ബെ. റബ്ബ് അപ്പം പ്രതീക്ഷ. അതാണ് മുഹിബ്. അന്ത ഫിഖത്തി വറജായി. അത് അന്ത ഫിഖത്തി വറജായി എല്ലാം ചെയ്തതിൻ്റെ അവസാനം അന്ത ഫിഖത്തി വറജായി തായോ റബ്ബെ. നിസ്കാരം കഴിഞ്ഞിട്ട് അതിനെ പറഞ്ഞ റജാ. നിസ്കാരത്തിൽ കിടക്കുമ്പോൾ ഹൗഫ്. നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് റബ്ബേ. റബ്ബിനോട് വർക്കല്ല നേടുന്നു. റജാ നമ്മൾ കാണിക്കണം. ദിക്റ് ചൊല്ലി റജാ കാണിക്കണം. നിസ്കാരത്തിൽ പേടി കൊണ്ട് നിസ്കാരത്തിൽ കയറാം. അപ്പോൾ ഇനി ആ സാധനത്തിൽ നിങ്ങൾ പോകരുത്. ആ സാധനം വേറൊരു സാധനമാണത്. ആ റൂട്ട് തിരിക്കുന്ന സാധനമാണത്. ഇപ്പോൾ പറച്ചിൽ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട്. ദീന് മഹബത്താണ്. ആയിക്കോട്ടെ, മഹബത്ത് എന്ന് പറഞ്ഞ സാധനം ശരിക്കും, അതായത് ഒരാൾ ശരിക്കും ഹൗഫ് കൊണ്ട് തുടങ്ങി ഇങ്ങനെ പോലെ റജാ കൊടുത്തിട്ട് മുസ്ലിമാക്കാം. പക്ഷെ ഹൗഫ് വേണം എന്തായാലും. ഹൗഫില്ലാണ്ട് നടക്കൂല സാധനം. ഒരടിസ്ഥാനപരമായ ആവുതുള്ള കാലത്തൊക്കെ ഹൗഫ് വേണം. പേടി വേണം. മരിച്ചാലോ പേടി വേണം. അള്ളാഹ് ഇത് സ്വീകരിച്ചില്ലെങ്കിലോ. ഇതന്നെയല്ല സഹാബാക്കൾ ചെയ്തിരുന്നത്. പിന്നെന്താണ് സഹാബാക്കൾ ചെയ്തിരുന്നത്? പേടി ഉണ്ടായിരുന്നില്ല അവർക്ക് അമലൊന്നും കബൂൽ ചെയ്യപ്പെടില്ല എന്നുള്ളത്. പിന്നെ ഇന്ന് ഹബ്ബ് എന്ന് ഇറങ്ങിയ ആൾക്കാർ ഈ കോലത്തിലാണ് നടക്കുന്നത്. എന്ത്? അഫ അമീനു മക്രല്ലാഹ്. അള്ളാഹുവിൻ്റെ മക്ർ. അള്ളാഹ് ശിക്ഷിക്കും. അള്ളാഹ് ഇയാളെ കൊണ്ടുപോയിട്ട് ഹലാഹാക്കുന്നുള്ളതെന്ന് അയാൾ എന്തായി അമ്ന് സുഖം കണ്ടെത്തിക്കണം. ആ മുസ്ലിമാണ്. അമ്ന് മിൻ മക്രില്ലാഹിയിൽക്കെത്തും. സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്, എൻ്റെ ഒരു കാല് സ്വർഗത്തിൽ എടുത്ത് വെച്ച് രണ്ടാമത്തെ കാല് എടുത്ത് വെക്കണതിൻ്റെ മുമ്പ് എനിക്ക് എന്തുണ്ടാവില്ല, ഉറപ്പുണ്ടാവില്ല. ഞാൻ സ്വർഗത്തിൽ കിടക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പ് ശിക്ഷിക്കവും മക്കളുണ്ടാവുന്നോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്നെ പിടിച്ചിട്ട് ഞാൻ ചെയ്തതിനൊക്കെ അള്ളാഹു എന്നെ എടുത്ത് രണ്ടാമത്തെ കാല് കുത്തി ഉള്ളിൽ കിടക്കണതിൻ്റെ മുമ്പ് എനിക്കോ എന്തില്ല, സെക്യൂരിറ്റി ഇല്ല. ആ എല്ലാവരും സ്വർഗം ഇങ്ങനെ എഴുതി വെച്ച് പോക്കറ്റിൽ വെച്ച് നടക്കണം. അത് നബിയുടെ വാഗ്ദാനം ഉണ്ടേ, അവർ സ്വർഗത്തിലാന്ന്, സ്വർഗാവകാശികളാണെന്നാണ്. പേടി വേണമല്ലോ. അള്ളാഹിൻ്റെ മക്റ് വല്ലാത്ത മക്റാണ്. അള്ളാഹ് ശിക്ഷിക്കാതിരിച്ചാൽ നരകത്തിൽ ഇടണമെന്നില്ലല്ലോ. വേറെ ഉണ്ടാവാമല്ലോ ശിക്ഷ. നരകത്തിൽ കൊണ്ടുപോയിടണമെന്നൊന്നുമില്ലല്ലോ. അതായത് ഒരാൾ പൂർണ്ണമായി ഞാൻ ജയിച്ചു എന്നുള്ള രീതിക്ക് നടക്കണം. അയാൾ നശിച്ചു. അയാൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് നശിച്ചു അയാൾ. ഇത് അശറ മുബശ്ശിരീൻ ജന്നത്തെ ഏറ്റവും ഉയർന്ന സാഹിബു ഫിൽ ഖാർ എന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഖുർആനിൽ ആയത്തുകളും സൂറത്തുകളും വന്നിട്ടുള്ള ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ അതെന്താണ് ശരിക്കും ഉണ്ടായത്? സാധനം മാറ്റി പേര് കൊണ്ടുവന്നിട്ട് നമ്മളാണ്ട് ഓലപ്പാമ്പ് കളിപ്പിച്ച്. ആണ് അത് നിങ്ങൾ മനസ്സിലായല്ലോ. നിങ്ങൾ അള്ളാഹിനെ കുറിച്ചിട്ട് എന്ത് വിചാരിക്കുന്നു അതാണ് അള്ളാഹു. എങ്ങനെയെന്ന് വെച്ചാൽ അള്ളാഹു എന്നെ വിജയിപ്പിക്കുന്നു വിചാരിച്ചാൽ അള്ളാഹു വിജയിപ്പിക്കും. അള്ളാഹ് പറഞ്ഞതനുസരിക്കാണ്ട് അള്ളാഹ് വിജയിപ്പിക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നിങ്ങളെ അടിച്ചു പുറത്താക്കണം ചെയ്യുക. എന്തുകൊണ്ടാണ് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞത് അനുസരിക്കാതെ ഞാൻ പറഞ്ഞത് ചെയ്യണോർക്ക് ഞാൻ തരും എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അത് ചെയ്യാതെ തായോ എന്നിറങ്ങി. ഇതുപോലെ ജോലിക്കാരന് കമ്പനിയിലില്ലേ 30 ദിവസമുണ്ട്. 30 ദിവസത്തിൽ 29 ദിവസം ലീവാണ്. ഒരു ദിവസം തലപൊക്കും. എന്നിട്ട് നിങ്ങൾ ശമ്പളമൊക്കെ തരുന്ന ആളല്ലേ,
ജോലി എടുക്കാൻ വന്നാൽ ശമ്പളം തരും എന്നല്ലേ പറഞ്ഞത്? എന്നതാ ഇതെന്ന് ഞാൻ ജോലി എടുത്തു ശമ്പളം തായോ? അതിനെ റജാന്ന് വിളിക്കുക? അതന്നെയാണിത്. അപ്പോൾ നിങ്ങൾ ശരിക്കും സാധനം എന്താന്ന് സാധനം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഇന്ന റബ്ബക, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക. ഇന്ന റബ്ബക ശദീദുൽ ഇഖാബ്, ഭയങ്കര ശിക്ഷിക്കണമാണ്. എന്നിട്ട് പറഞ്ഞു ഇന്നഹു ലഗഫൂറുർ റഹീം, അള്ളാഹ് പുറത്ത് റഹ്മത്തുള്ളവനാണ്. അപ്പോൾ നിങ്ങൾ ശദീദുൽ ഇഖാബിൻ്റെ ആളാണോ? 29 ദിവസം പണിയെടുക്കാതെ ഒരു ദിവസം വന്ന് പണിയെടുത്തിട്ട് ഇത് ചോദിക്കണ ആളാണോ? അത് 29 ദിവസം പണിയെടുത്തിട്ട് ഒരു ദിവസം ലീവാക്കി റഹ്മത്തുള്ളവനല്ല അഫൂറുള്ളവനല്ല, ആ ദിവസം നിങ്ങൾ എന്തായാലും 29 തന്നോളി. അത് ഗഫൂർ റഹീമിൽ പെടും. അവിടോ എങ്ങനെ? അത് റബ്ബിൻ്റെത്, അത് ഇയാളെ പണിയായിരുന്നില്ല, റബ്ബ് കയറ്റിയതാണ്. കാരണം അയാൾ വിചാരിച്ചത്, അയാൾ പറയും 29 ദിവസം ഞാൻ വന്നിട്ടില്ല, ഞാൻ ചോദിക്കാൻ വരുന്നില്ല, തരുന്ന തന്നോളി, ഇനി തന്നില്ല കുഴപ്പമില്ല, ഞാൻ ഇപ്പം എന്തപ്പം ചെയ്യാതെ ഇറങ്ങി നിന്ന് അയാൾക്കാണ് കിട്ടിയത്. അല്ലാണ്ട് 29 ദിവസം പണിയെടുക്കാണ്ട് വന്നിട്ട് തായോ എന്ന് അറിഞ്ഞവനക്കല്ല കിട്ടിയത്. അങ്ങനെ പറഞ്ഞവനക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയെന്നറിഞ്ഞത് ആരാണ്? മരിക്കണ സമയത്ത് ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞല്ലോ, മരിക്കണ സമയത്ത് മക്കളോട് പറഞ്ഞ് എന്താണ് ഞാൻ നശിച്ചു, കാരണം എന്നോട് പറഞ്ഞ് ഞാൻ അനുസരിച്ചിട്ടില്ല, ഞാൻ അള്ളാഹിനോട് പേടിയുള്ളത് കൊണ്ടാണ്, അള്ളാഹ് ഉണ്ട് എന്തുണ്ട് ഇതൊക്കെ എനിക്കറിയാം, ഞാൻ നശിച്ചു പോകും, അപ്പോൾ എന്തപ്പം ചെയ്യുക, എനിക്ക് ശിക്ഷയൊന്നും ഒഴിവാകാൻ പറ്റില്ല, മക്കളെ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, എന്നെ കത്തിച്ചിട്ട് എൻ്റെ പൊടിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിതര, ഞാൻ അങ്ങനെയെങ്കിലും കുറച്ച് ഇതാവട്ടെ. അള്ളാഹിനോടുള്ള പേടി കൊണ്ടാണ് അയാളിതായത്, ചെയ്തിട്ടില്ല എന്നോ അയാൾക്കറിയാം. ഒന്നാൾ അള്ളാഹ് അയാളെ വിളിച്ചിട്ട് അറിയും അങ്ങനെ ചെയ്യണം എന്നല്ല, അത് കുറ്റമാണ്, അത് നമ്മളെ കൗമിനെ കുറിച്ചിട്ടല്ല പറഞ്ഞ മുഖാമികളിൽ അള്ളാഹ് വിളിച്ചിട്ട് ചോദിക്കും അറിയാവുന്ന സ്ഥിരപ്പെട്ടതാണ്. എന്താണ് പറയും? പേടി കൊണ്ടാണ്, വേറൊന്നുമില്ല, എന്തായാലും ഒഴിവാവില്ല. അപ്പോൾ അങ്ങനെയെങ്കിലും ശരീരം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവട്ടെ വിചാരിച്ച. അപ്പോൾ റബ്ബ് എന്ത് ചെയ്യും? അയാളെ പേടിയുണ്ടല്ലോ, ചെയ്തില്ല എന്നുള്ളതും പേടിയുണ്ട്, ശിക്ഷ ഉണ്ട്, ഞാൻ അയാൾ ചെയ്യാണ്ട് തരും എന്ന് അറിഞ്ഞിട്ടില്ല, എന്നാണ്ട് കിടന്നോളി എന്നുള്ള പറഞ്ഞത്. അത് നിങ്ങളോട് പറയണം, അല്ലാതെ നമ്മളോട് പറയണം. എന്താണ് ഉറപ്പുണ്ടാ? ഈ അടുത്തൊരു ഉസ്താദിൻ്റെ ലോയറിൽ ഈ നരകത്തുനിന്ന് രക്ഷപ്പെട്ട് 2-3 പേരും മലക്കൾ പിടിച്ച് അവസാനത്തിലേക്ക് ഹാജരാക്കി അത്ര പറയാണ്. അപ്പോൾ നരകത്തിലേക്ക് പിടിച്ച് പറഞ്ഞയക്കാൻ വേണ്ടി നമ്മൾ ഓർഡർ ഇട്ടു. അപ്പോൾ അതിൽ 2 ആളെ വിളിച്ചിട്ട് ഒരാളിങ്ങനെ അള്ളാനെ ഇങ്ങനെ നോക്കുകയാണ്. അള്ളാഹ് ഇയാളോട് ചോദിക്കുകയാണ്, ഓരോ എന്താണ് നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ഒന്നല്ല പഠിച്ചോനെ ഞാൻ കരുതിയത്. അപ്പോൾ അള്ളാഹ് ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക്, അത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അപ്പോഴൊന്നും എഴുതിയിട്ടില്ല സ്വർഗത്തിൽ കിട്ടും. നേരങ്ങൾ സഹിക്കാൻ കഴിയുമോ? ഏതുപോലെ ഉണ്ടായിന്നറിയോ? 15 ദിവസം ജോലി ചെയ്ത് 15 ദിവസം ജോലി ചെയ്തില്ല. എന്നിട്ട് സാലറിക്ക് കട്ട് ചെയ്തപ്പോൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ 15 ദിവസം ജോലി ചെയ്ത്, ഞാൻ അങ്ങനെ ഒന്നല്ല പ്രതീക്ഷിച്ചത്, എന്തേലും തായോ. അപ്പോൾ പറഞ്ഞു എന്തായാലും പകുതി ഡിലീറ്റ് ചെയ്തതാണ്, അയാൾക്ക് എന്തായാലും നക്കാപ്പിച്ച് കണ്ട് കൊടുത്തോളി പോട്ടെ എന്ന് പറയണ പോലെ ഉണ്ടാവും. അത് അറിയണ റബ്ബല്ലേ, അയാളെ നീയത്തും കൽബും അറിയണ റബ്ബനല്ലേ അയാളെ നരകത്തിട്ടത്. പോസിറ്റീവ് എന്നറിയണതിൻ്റെ കാര്യാവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായി പഠിക്കാതെ അത് നേരെ കൊണ്ടുപോയിട്ട് റബ്ബേ ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നു, നരകത്തിയിലല്ല, എന്നിട്ട് ഇന്ന സ്വർഗത്തിൽ, അങ്ങനെയല്ലല്ലോ. ഇയാൾ കൊണ്ടിട്ടിട്ട് പുറത്തോടുന്നതല്ലേ. പ്രതീക്ഷ ഭയങ്കര കൂട്ടണ്ട. രണ്ടും കൊടുക്കണം. ഈ 30 ദിവസം പണി എടുക്കണം എന്ന് ഹൗഫ് കൊടുക്കണം. പണി എടുത്തില്ല, ജോലി എടുത്തില്ല, പൈസ കിട്ടൂല. ഞാനൊരാളുടെ സംസാരിച്ചിട്ടുണ്ട്,
നമ്മളെല്ലാം തന്നെ നമ്മളെ കാര്യം കട്ടപ്പോയായിരുന്നു. ആ കട്ടപ്പുകയാണ് എന്നുള്ള പേടി വന്നിട്ട് അയാൾ അമൽ ചെയ്യണം. ഞാൻ അയാൾ കട്ടപ്പുകയാണ്. അപ്പോൾ ഒരാൾ 29 ദിവസം ജോലിക്ക് പോയില്ല. അപ്പോൾ നമ്മൾ പറയുക, അങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പറയുക, ഒരു ദിവസം കൂടി പോയി നോക്ക്, ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും, ആ ഒരു ദിവസം ഇൻസ്പെക്ഷന് വരുന്ന ദിവസമാണെങ്കിൽ അയാളെ അടുത്ത് നിന്ന് പൈസ കിട്ടും. അങ്ങനെയെങ്കിലും അമൽ ചെയ്യാത്തവനോട് അങ്ങനെ പറയുക. രണ്ടും വേണം കുട്ടിയെ. ഒന്നും ചെയ്യാത്ത ആളെ എന്താണല്ലോ 29 ദിവസം ഞാൻ പോയിട്ടില്ല, എന്താ ഒരു ദിവസം പോയിട്ട് എനിക്ക് എന്ത് കിട്ടാനാന്ന് അറിയുമ്പോൾ പോയോക്ക്, ചിലപ്പോൾ പോയിട്ട് ഞാൻ അമൽ ചെയ്തിട്ടില്ല കിട്ടാനില്ല എന്നൊക്കെ അറിഞ്ഞിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അയാൾ പാവല്ലേ, ഇന്ന് വന്നതല്ലേ, തല കാണിച്ചല്ലേ, കൊടുക്ക എന്ന് വെച്ച് കൊടുത്താലോ, കിട്ടുന്നത് മേടിക്കാലോ. മനസ്സിലായില്ല? ഇല്ലാണ്ട് റജാ മാത്രമാക്കി നടക്കുമ്പോൾ ഭയങ്കര അപകടമാണ്. ഇന്ന് റജാ കൂടിയിട്ടാണ് കുറേ ആൾക്കാർ പള്ളിയിൽ ഖുർആൻ ഓതലില്ല. കുറേ ആൾക്കാർ ഖുർആൻ ഓതലില്ല, സുന്നത്ത് നിസ്കരിക്കണ പരിപാടിയില്ല, റജാ കൂടിപ്പോയി. അത് മതി, പറന്ന് നിസ്കരിക്കേണ്ടല്ലോ. എന്നോടൊരാൾ പറഞ്ഞു, അതിന് ഞാൻ പറന്ന് നിസ്കരിക്കേണ്ട, എന്തോ കാര്യം ചെയ്ത പോലെയാണ് ആൾ പറഞ്ഞത്. അതിനൊരു സാവിയുടെ കഥയാണ് ഇവർ ബൈബിളിൽ പറയുന്നത്. എന്ത് ഒരു സാവിയോട് ഒരാളോട് സലാം അടക്കിയില്ല. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചിട്ട് പറയാം, അയാൾ സുന്നത്തെടുക്കാറില്ല, അവിടെ ഞങ്ങൾ സലാം അടക്കിയില്ല എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു വന്നാൽ സഹാബി പറഞ്ഞു ഇല്ല, ഞാൻ പറന്ന് കറക്റ്റ് എടുക്കുന്നുണ്ട്, അയാളെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു എന്നിട്ട് അതിൽ വരുന്നുണ്ട്. അതിന് അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ഒരാൾ ഫർള് നബി പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ എടുത്താലെന്നാണ് നബി പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതുപോലെയാണോ എടുക്കുന്നത്? ഓട്ടമുള്ള ഫർളാണോ ഓട്ടമില്ലാത്ത ഫർളാണോ നിങ്ങൾ എടുക്കുന്നത്? ഓട്ടമുള്ള ഫർളാണെങ്കിൽ അത് പരിഹരിക്കാൻ സുന്നത്ത് വേണ്ടേ? ഓട്ടമില്ലാത്താണ് പരിഹരിക്കാൻ സുന്നത്ത് വേണ്ട. നമ്മൾ ചോദിക്കണം ഖുശൂ വരുന്നതും ഹൗഫാണ് ഖുശൂ ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ ഏതോ റൂട്ട് തെറ്റി. അതന്നെ 140 ഓടിക്കേണ്ട റോട്ടിൽ ഇപ്പോൾ നിങ്ങളെ വണ്ടി 20 ഓടിക്കാനുള്ള കപ്പാസിറ്റി ആയിട്ടുള്ളൂ. 140 ഓടിക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ പറയാം. നിങ്ങളിപ്പോൾ ഈ ചോദ്യമൊക്കെ ചെറിയ കുട്ടികൾ ഓടിക്കണ വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയാണ് 140 റോട്ടിൽ ഹൈവേയിൽ ഇട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ ഓടിച്ചു നോക്കി, നടന്നില്ല. വയസീദു ഫി മഅരിഫത്തിക്ക്, അത് ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ റോഡല്ലത്, നിങ്ങളുടെ റോഡ് ഇതാ മിറ്റം ഇങ്ങനെ ഓടിച്ചു പോവാ. കുട്ടികൾ ഓടിക്കണ മറ്റേ വണ്ടി ഉണ്ടല്ലോ, ബാറ്ററി ഇട്ടിട്ട്, അതാണിതിപ്പോൾ ചാർജ് കുത്തിയിട്ട്. വയസീദു ഫി മഅരിഫത്തിക ബിഇബാദത്തി റബ്ബിക അസ്സ വജൽ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ് തിരിയുന്ന ഇൽമിനാണ് നാഫിയായ ഇൽമ്. അതെങ്ങനെയാണ് തിരിയുക? ഫിഖ് പഠിച്ചിട്ട്, ആദ്യത്തേത് അഖ്ലാഖിൻ്റെ കിതാബ് പഠിച്ചിട്ട്. വയുഖല്ലിലു റഗ്ബതക ഫി ദുനിയ, ദുനിയാവിന് ഉള്ള ആഗ്രഹങ്ങൾ കുറക്കുക. ഇന്ന് പ്രതീക്ഷ എന്നറിയുന്ന ആൾക്കാരെ കയ്യിലുണ്ടാവും എന്താണ് iPhone 18. ഇപ്പോൾ 18 ഇറങ്ങിയ എന്തായാലും ഇറങ്ങാനായി ഉണ്ടാവും. അപ്പോൾ 18 ഇറങ്ങുമ്പോൾ അത് പിന്നെ BMW വണ്ടി നല്ല ഗെറ്റപ്പ്. ദുനിയാവിന് ഭയങ്കര റഹബത്താണ്. ദുനിയാവിൻ്റെ റഹബത്ത് കുറക്കുന്നതാണ് നാഫിയായ ഇൽമ. വയുഖല്ലിലു മിൻ റഹബതിക ഫി ദുനിയ, ദുനിയാവിൽ നിന്നുള്ള റഹബത്ത് കുറക്കുക ആവശ്യമനുസരിച്ചിട്ട്. ഇപ്പോൾ പണിയുടെ ആവശ്യത്തിന് നല്ല ഫോണ് വേണം, ഹാങ് ആവാത്ത നല്ല ഫോണ് വേണം.
ഫോൺ മേടിക്കുമ്പോൾ ഒരു ശരിയായ മനുഷ്യന് മേടിക്കേണ്ടത് ഹാങ് ഒന്നും ആവാത്ത അയാളുടെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന നല്ല രീതിക്കുള്ള അയാളുടെ ബഡ്ജറ്റുള്ള ഫോണ്. കടം മേടിച്ചിട്ട് മേടിക്കുന്ന ഫോണ് ഹൈറില്ലാത്ത ഫോണാണ്. ഇപ്പോൾ ആൾക്കാർ അള്ളാഹു തന്നതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് റിള ചെയ്യണം. മോളിലുള്ള ആൾക്കാർ സാധനം നമ്മൾ തലവ് ചെയ്യുന്നത് ഹൈറല്ല, ബർക്കത്തുണ്ടാവില്ല, ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല. അതെല്ലാത്തിനും ഫോണിലാവട്ടെ എല്ലാത്തിലാവട്ടെ. ഒരാൾക്ക് 10,000 ദിർഹംസ് 15,000 ദിർഹംസ് 20,000 ദിർഹംസ് ശമ്പളമുണ്ട്. അയാൾ നല്ല വണ്ടിയും നല്ല മൊബൈലൊക്കെ മേടിക്കട്ടെ. അയാളിത് കണ്ടിട്ട് നിങ്ങൾ ചാടാൻ നിൽക്കണ്ട. എങ്ങനെ ചാടാൻ നിൽക്കുക? മാസം ഗഡുക്കളായിട്ട് 2 കൊല്ലത്തിന് ഞാൻ അടിച്ച് തീർക്കാം. എന്തിന്? നിങ്ങളോട് ആര് പറഞ്ഞ് കഷ്ടപ്പെട്ടിട്ട് അടിച്ച് തീർക്കാൻ? നിങ്ങൾക്ക് അത്ര മേടിക്കാൻ ആഗ്രഹം ഉണ്ടാവും, എടുത്തച്ചിട്ട് മേടിച്ചോളി. ഇതെന്തിനാ കടാക്കിയിട്ട് മേടിക്കുന്നത്? ഇന്നിപ്പോൾ ദുനിയാവിൻ്റെ റഹബത്ത് ഇല്ല എന്ന് ആൾക്കാർ പറയുന്നു. നല്ല വിളിച്ചു പറയുന്നേ ഇല്ല. പക്ഷെ അയാളെ നോക്കിയാൽ റഹബത്ത് ദുനിയാവ് ഇങ്ങനെ മുങ്ങി എടുക്കണ്ടാവും. അപ്പോൾ ദുനിയാവിൻ്റെ റഹബത്ത് ഒഴിവാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്താണ് തർഹീബിൻ്റെ തർഹീബിൻ്റെ കിതാബുകളുണ്ട്. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിപ്പിക്കുന്ന തർഹീബ് അത് ഓതണം. വയസീദു ഫി റഗ്ബതിക ഫിൽ ആഖിറ, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഹദീസിൻ്റെ കിതാബുകളുണ്ട്, തർഹീബ് തർഹീബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കിതാബുകളും അതുപോലെ തന്നെ തസൗഫിൻ്റെ ഭാഗങ്ങളും അതൊക്കെ വയഫ്തഹു. അപ്പോൾ ഇതൊക്കെയാണ് ആഖിറത്തിന് അപ്പോൾ നാഫിആയ ഇൽമ് എന്ന് പറഞ്ഞതാണ് ഇതൊക്കെ. വയഫ്തഹു ബസീറതക ബിആഫാതി അഅമാലിക ഹത്താ തതഹറസ മിൻഹ, അമലിയിലുള്ള തുളകളും അമലിലുള്ള പ്രശ്നങ്ങളൊക്കെ പൊള്ളകൾ കാണിച്ച് തരുന്നത് എന്തിന്? അതിൽ നിന്ന് ഒഴിവാവാനും പിന്മാറാനും വേണ്ടി കാണിച്ചു തരുന്ന ഇൽമാണ് നാഫിആയ ഇൽമ്. അപ്പോൾ അതെങ്ങനെ മനസ്സിലാവുക? സാലിഹ്യങ്ങളെ ചരിത്രവും സാലിഹ്യങ്ങളെ സീറത്തൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോഴാണ് അമലിൻ്റെ പൊള്ളകൾ മനസ്സിലാവുള്ളൂ. മനസ്സിലായ? അപ്പോൾ അതിന് സാലിഹ്യങ്ങളെ ചരിത്രങ്ങളും അവരെ കഥകളും മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഒരു പറഞ്ഞ നാഫിയായ ഇൽമുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞത്, ഒന്ന് അഖ്ലാഖിൻ്റെ കിതാബുകൾ ഓതൽ, പിന്നെ ഫിഖ്, പിന്നെ അതുപോലെ തന്നെ തർഗീബിൻ്റെ കിതാബുകൾ ഓതൽ, അതൊക്കെ പറഞ്ഞാണ്. വയുത്ലിഉക അലാ മകായിദി ശൈത്താനി വഗുറൂരി, ഷെയ്ത്താൻ്റെ ചതിയും ഷെയ്ത്താൻ്റെ ഗുറൂറും, അതായത് ഷെയ്ത്താൻ്റെ ചതിയും ഷെയ്ത്താൻ്റെ പറ്റിക്കൽ ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത്. വകൈഫിയ്യതി തൽബീസിഹി അലൽ ഉലമാഇ സൂഇ, സൂഇൻ്റെ ഉലമാക്കൾ, അതായത് ദുനിയാവ് മുമ്പ് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഹത്താ അറദഹും, അതെങ്ങനെയൊക്കെയാണ് നടത്തിയത്? ഹത്താ അറദഹും ലിമഖ്തില്ലാഹി അസ്സ വജല്ല വസഖതിഹി, അള്ളാഹുവിൻ്റെ കോപവും ദേഷ്യമൊക്കെ അവരെ മേലിൽ ഉണ്ടാവാനുള്ള കാരണത്തിൽ അവരെ വീഴ്ത്തിയ പോലെ. ഇതൊക്കെ ഇതിനെന്ത് ചെയ്യണം? സാലിഹ്യങ്ങളെയും മുൻഗാമികളെ ചരിത്രങ്ങൾ ഓതണം. അതിൽ അത് നമ്മൾ അപ്പോൾ എന്ത് ചെയ്യുക? അതൊക്കെ കലർന്ന് ഒന്നൊന്നായിട്ട് നമ്മൾ ഈ ഇനങ്ങളിലേക്കൊക്കെ വികസിക്കണം എന്നാണ് ചുരുക്കം പറഞ്ഞാൽ. സാധാരണക്കാരും എല്ലാവരും മനസ്സിലായ ഇതിലൊന്നിൽ മാത്രം നിൽക്കലല്ല. ഇപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുന്ന അമലുകൾ കേൾക്കുമ്പോൾ ഭയം വരേണ്ട അവസ്ഥകളുണ്ട്. ശൈത്താൻ കളിച്ച കളികൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചരിത്രത്തിൽ പോയാൽ സൂറത്തുൽ ഹിജ്ർ അതിൻ്റെ തുടക്കം റുബമായ വദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ എന്ന് പറഞ്ഞ ആയത്ത്, അവിടെ ആ ആയത്തിനെ കുറിച്ചിട്ട് ചില താരീഖിൻ്റെ കിതാബുകൾ ബിദായ നിഹായ ഇബ്നു കസീറിൻ്റെ ഒക്കെ കാണാൻ പറ്റും. ഒരു മുസ്ലിമായ ഒരു താലിബുൽ ഇൽമുണ്ടായിരുന്നു, നല്ല ഖുർആൻ ഹിഫ്ളുണ്ട്, നല്ല അറിവുള്ള മനുഷ്യനാണ്. ആ മനുഷ്യന് എന്തോ അതപേട് കേട്ടപ്പോൾ ഷെയ്ഖ് പറഞ്ഞ്, തൻ്റെ വെരടിയിൽ നായൻ്റെ ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്നീട് മൂപ്പരെ കാണുന്നത്, മൂപ്പര് ഒരു പെണ്ണിനെ, നസ്രാണി പെണ്ണിനെ പ്രേമിച്ചു.
നസ്രാനി പെണ്ണ് എന്ത് ചെയ്ത് മുസ്ലിമുകളെ ഞങ്ങൾ കല്യാണം കഴിക്കില്ല എന്നറിയപ്പോൾ ഇയാൾ നസ്രാനിയായി. എന്നിട്ട് ആ പെണ്ണ് കല്യാണം കഴിച്ചില്ല. എന്നാൽ ലാസ്റ്റ് മരിക്കണ സമയത്ത് ഒപ്പമുള്ള ആൾക്കാർ വന്നിട്ട് കാര്യം തിരക്കിയപ്പോൾ പറഞ്ഞ് എന്താ ചോദിച്ചാൽ പറഞ്ഞ് എനിക്ക് ഖുർആനിൽ ഷഹാദത്ത് കലിമ ചൊല്ലിപ്പോൾ ഒന്നും ചെല്ലാൻ കിട്ടില്ല, ഫാത്തിഹ ഓതിയ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞു എനിക്ക് ആകെ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് മാത്രം റുബമായ വദ്ദുല്ലദീനക ഫൗലൗകാന മുസ്ലിമീൻ. ഒരു കാലത്ത് കാഫിര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കും ആയിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ രക്ഷപ്പെട്ടായിരുന്നു. ഇതൊരു പേടിക്കേണ്ട ഒരു ചരിത്രമാണ്. അതിപ്പോൾ നമ്മളൊരു എൻ്റെ ഒരു എടുത്ത് ഓതുന്ന ഒരു കുട്ടി പഴയ സ്റ്റുഡൻറ്റാണ്. പഴയ കാലത്ത് 2017-18 ഉള്ള കാലത്തുള്ള ആളാണ്. ഇപ്പോൾ പള്ളിയിലത്തെ ഒരു ഇമാമ മലയാളി. ആ മൂപ്പര് ഉപ്പും ഇമാമാണ്. മൂപ്പരിനോട് പറഞ്ഞാണ് പഴയ കാലത്ത് അബുദാബി ഔക്കാഫിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അബുദാബി ടി വിയിലൊക്കെ വന്നിരുന്നു. അറബിയിൽ നല്ല കഴിവുള്ള ഒരു മൊയ്യർ. മാത്രമല്ല UAE-ത്തെ ഖുതുബൊക്കെ പരിഭാഷ നടത്തിയിരുന്ന മൂപ്പരായിരുന്നു. സുന്നി മൊയ്യർ തന്നെ പരിഭാഷ നടത്തിയിരുന്നത് മൂപ്പരായിരുന്നു. കുറേ കാലം മുമ്പ് മൂപ്പര് ടി വിയിലൊക്കെ വരുമായിരുന്നു. ദീനീപരമായിട്ട് ബിരുദധാരിയാണ്. അങ്ങനെ മൂപ്പര് കുറേ കാലമായിട്ട് 30 വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ടാവും ഈ സംഭവം. അന്നൊന്നും ഇത്ര കഴിവുള്ള ആൾക്കാർ കുറവേ ഉള്ളൂ. കഴിവുകൊണ്ട് അറിയപ്പെട്ടൊരു മനുഷ്യനാണ് മൂപ്പ്. കുറേ കാലം കഴിയണം മൂപ്പരാർക്കും അങ്ങനെ എവിടെയുള്ള എന്താണെന്നൊന്നും അറിയില്ല. മൂപ്പര് ഉപ്പാടെ പള്ളിയിലൊരാൾ വന്ന് പള്ളിയിൽ ക്ലീൻ ഷേവ് ചെയ്ത് ഒരു സാധാരണ പാൻറ്റും കുപ്പായിട്ടിട്ട് ഒരാൾ വന്നു. അപ്പോൾ മൂപ്പരെ കണ്ടപ്പോൾ അലൈഹിസ്സലാം റഹ്മത്തുള്ളാഹി പരിചയമുണ്ടല്ലോ ആളെ എന്നുള്ളത് വെച്ചിട്ട് ഈ കുട്ടിയുടെ ഉപ്പ ആളെടുത്ത് പോയി. നിങ്ങൾ ആരാ, പരിചയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇന്ന ആളാ. ഇന്ന ആളാ, നിങ്ങളെ ഹാലെന്താ ഇങ്ങനെ? ഉപ്പര് പറഞ്ഞ് ആ സമയത്ത് ഒരു കച്ചവടത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. അങ്ങനെ കച്ചവടത്തിൽ മൂപ്പര് ഇറങ്ങി, നന്നായിട്ട് ഇറങ്ങി, കച്ചവടം മാത്രമാക്കി. ഇവർ പറയാണ് ഇപ്പോൾ സുബഹ തന്നെ ശരിക്കും വഖ്തിന് നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നിസ്കാരം ഒന്നും ശരിയല്ല. ഒരു മൊയ്ലിയരായിരുന്നു ഒരു കാലത്ത്. അതായത് ദുനിയാവ് ഭയങ്കരമായി ആഗ്രഹിച്ചു മൂപ്പര്. അള്ളാഹ് ദുനിയാവ് തുറന്നു കൊടുത്തു മൂപ്പർക്ക്. ആഖിറത്തിൻ്റെ വഴി ഭയങ്കര ഓട്ടവും കുഴികളുള്ള വഴിയായി അയാൾക്ക്. ഇതേതോ കാലത്തുള്ള കഥ പറഞ്ഞല്ല. ഇപ്പോൾ അയാളും ജീവിച്ചിരിക്കേണ്ട, മറ്റാളും ജീവിച്ചിരിക്കേണ്ട, ഇവരൊക്കെ ജീവിച്ചിരിക്കേണ്ട ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് അവസ്ഥ. ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ശൈത്താൻ കളിക്കുന്നത് കളികളെന്ന് മനസ്സിലാവും. ഹൈസു അകലു ദുനിയാ ബിദ്ദീൻ. ഈ ഉലമാക്കൾ എന്നറിഞ്ഞ സൂയിൻ്റെ ഉലമാക്കൾ ശൈത്താൻ എങ്ങനെ കളിച്ചത്? ദുനിയാവ് ദീന് കൊണ്ട് തിന്ന്, ദീന് വിറ്റ് തിന്ന്. എങ്ങനെ ദീന് വിറ്റ് തിന്നാന്ന് പറഞ്ഞാൽ ഫർള് നിസ്കരിക്കണ സമയത്ത് ഒന്നും മുണ്ടൂല്ല, എല്ലാതും കഴിക്കും ഫർള് നിസ്കരിക്കാന്ന് പറയും. ഇപ്പോൾ ഇശ കഴിഞ്ഞിട്ട് മൗലിദ് ഉണ്ടാവും, ബാങ്ക് കൊടുക്കുന്ന സമയത്തായിരിക്കും മൗലിദ് ഉണ്ടാവുക. മൗലിദ് നീട്ടി ഒരു 10 മണി വരെ നീട്ടും. എന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിസ്കരിക്കാന്ന് പറയും. ഒക്കെ ഈ പണിയിൽ പെട്ടാണ്. ബാങ്ക് കൊടുത്താൽ അപ്പാണ്ട് മൗലിദിനല്ലേ വന്നത്, ഹുബിനല്ലേ വന്നത്. അപ്പാണ്ട് എണിക്കുക, ഒന്നുകൊടുക്കുക, ഒന്നുമില്ലാത്തവരൊക്കെ ഒന്നുകൊടുക്കുക, വന്ന് നിസ്കരിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തോളി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ واتخذوا العلم وسيلة إلى أخذ الأموال من السلاطين. ഇൽമ ഒരു മാർഗമാക്കി ഭരണാധികാരികളെത്തുനിന്ന് പൈസ മേടിക്കാനുള്ള മാർഗം. അത് പണ്ട്. ഇപ്പോൾ മൊയ്ലിയാളികളിൽ നിന്ന് പൈസ മേടിക്കാനുള്ള മാർഗം. വഅക്ലി അംവാലിൽ ഔഖാഫി വൽ യതാമ വൽ മസാകിൻ. മിസ്കീന്മാരെ, വഖഫിൻ്റെ യതീംമാരെ
പണം തിന്നാനുള്ള മാർഗമാക്കി. അതിൽ പെടും ഇന്ന് ഖാദിമാർ എന്ന പേരിൽ ഇപ്പോൾ കുറേ ഖാദിമാരുണ്ട്, മസാലകളൊന്നും അറിയില്ല, മുതൽ തിന്നാനുള്ള ഒരു മാർഗമാക്കി അവരെ ഖാദി ജോലി. കുറേ ഖാദിമാർക്ക് ഖാദി എന്താണെന്ന് തന്നെ അറിയില്ല. അയാളുടെ അടുത്ത് വന്നിട്ട് മസാലത്ത് പറയുമ്പോൾ അയാൾ എന്തൊക്കെ ചെയ്തു കൂട്ടും, കയ്യിൽ പെടും. വസറഫ ഹിമ്മത്തഹും തൂല നഹാരിയും, അവർ നാരി എന്ന് പറഞ്ഞാൽ വെളിച്ചമുള്ള സമയത്ത്, അതിൻ്റെ അർത്ഥം വെളിച്ചമില്ലാത്ത സമയത്തും അത് തന്നെയാണ്. വെളിച്ചമുള്ള സമയത്ത് അങ്ങനെ ആണെങ്കിൽ പിന്നെ വെളിച്ചമില്ലാത്ത സമയത്ത് അങ്ങനെ ഇരിക്കും. അപ്പോൾ അവരെ ഹിമ്മത്ത്, അവരെ കഴിവും അവരെ ഇതൊക്കെ എല്ലാ പവറൊക്കെ എന്തിലേക്ക് ചിലവാക്കി? ഇല്ല തലബിൽ ജാഹി, സ്ഥാനം, വൽ മൻസിലത്തി, സ്ഥാനമാനം, ഫി ഖുലൂബിൽ ഖൽഖി, ആൾക്കാരെ മനസ്സിൽ കയറിപ്പറ്റാനുള്ള മാർഗങ്ങളൊക്കെ, കോപ്രായങ്ങൾ. വത്തറഹും, അത് അവരെന്തിലേക്ക് നയിച്ചു, നിർബന്ധിതനാക്കി. ഇലൽ മുറാഅത്തി, ആൾക്കാരെ കാണിച്ച് പണിയെടുക്കുക, എന്തും കാണിക്കുക ആൾക്കാരെ. വൽ മുമാറാത്തി, തല്ലൂട, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തല്ലൂട. വൽ മുനാഫസത്തി, സംസാരത്തിലും ഇതിലൊക്കെ ആൾക്കാരോട് ഹസദും ഒക്കെ ഉണ്ടാവുക, അതായത് പോരാടാ. വൽ മുബാഹാത്തി, ആൾക്കാരെ മുന്നിൽ ഞാനൊരു വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് മുബാഹത്ത് ചെയ്യുക. എന്ന് പറഞ്ഞു വഹാദൽ ഫന്നു, ഈ ഫന്നാണ് മിനൽ ഇൽമിൻ നാഫിഇ. അപ്പോൾ ഇതിന്നൊക്കെ ഇത് ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുമിച്ച് കുറച്ച് എടുത്ത് എല്ലാത്തിൽ നിന്നും ഒരംശം എടുത്തിട്ട് ഖദ് ജമഅനാഹു, ഞങ്ങൾ ജമ ചെയ്തിട്ടുണ്ട് ഫീ കിതാബി ഇഹ്യാഇ ഉലൂമുദ്ദീൻ. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇട്ടിട്ടുണ്ട്, നാഫിയായ ഇൽമ്. അപ്പോൾ ഫിഖ് ഉണ്ട് ഇഹ്യാ ഉലൂമുദ്ദീനിൽ, ഈ പറയപ്പെട്ട തറീബുണ്ട്, സാലിഹ്യങ്ങളുടെ ചരിത്രങ്ങളുണ്ട്, ഇതൊക്കെ അതിലുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷെ ഫുള്ളുണ്ടെന്ന് പറഞ്ഞല്ലേ, മിൻ എന്ന് പറഞ്ഞത് ഒരു ഭാഗമുണ്ട് എന്ന് പറഞ്ഞത്. ഫഇൻ കുൻത മിൻ അഹ്ലി, താൻ അതിൻ്റെ ആളാണ് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ആളെന്ന് ഉദ്ദേശിക്കുന്നത് നാഫിയായ ഇൽമിൻ്റെ ആളാണ്. ഫഹസ്സിൽഹു വഅമൽ ബിഹി, അപ്പോൾ അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഒരു അംശം എടുക്കാം. അപ്പോൾ അതിൻ്റെ ലാസിമ് ഇഹ്യാ ഉലൂമുദ്ദീനും നോക്കാന്നായി. വഅമൽ ബിഹി, അമലും ചെയ്യാം. അപ്പോൾ ഇൽമു നാഫിയായ ഇൽമു എടുക്കുക, അമൽ ചെയ്യുക. സുമ്മ അല്ലിംഹു, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. വദ്ഉ ഇലൈഹി, ആൾക്കാരെ അതിലേക്ക് ക്ഷണിക്കുക. അപ്പോൾ വദ്ഉ ഇലൈഹി സുമ്മ ദഉ ഇലൈഹി എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഒരാൾ അമൽ ചെയ്തില്ലെങ്കിലും പറഞ്ഞു കൊടുക്കുക. അദ്ദാല്ലു അലൽ ഖൈരി കഫാഇലി, ഖൈറ് ഖൈറ് കാണിച്ചു കൊടുക്കുന്ന ആളും ഖൈറ് ചെയ്ത ആളെ പോലെയാണ്. ഇപ്പോൾ ഒരാൾ ചെയ്യണില്ല, പ്രവർത്തിക്കുന്നില്ല, അയാൾക്കറിയാം അയാൾ പ്രവർത്തിക്കുന്ന അയാളുടെ അവസ്ഥ ദയനീയമാണ്, ഭയങ്കര മോശമാണെന്ന് അയാൾക്കറിയാം. അയാൾ ചെയ്യേണ്ടതെന്ന് സൂചിപ്പിക്കുന്ന രീതിക്കല്ല, അയാൾ പറയും ഇങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾ ചെയ്താൽ ഹൈറായിരിക്കും എന്ന് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കേണ്ടെങ്കിൽ അതുകൊണ്ട് അയാൾ ചെയ്യുന്നത് അതൊരു വലിയ ഹൈറാണ്, മനസ്സിലായില്ല, അയാൾ സ്വയത്തിൽ ചെയ്യില്ലെങ്കിലും. പ്രശ്നം എപ്പോഴാണ് വരുന്നത്? ഞാനതൊക്കെ ചെയ്യേണ്ടത്, നിങ്ങളെന്താ ചെയ്യാത്തതെന്നുള്ള കോലത്തിൽ പറയരുത്. കാര്യം അഹ്സൻത്, അവർ ഈ പ്രശ്നത്തിൽ കിടക്കില്ല. എന്ത് യായു അല്ലദീനാമനു ലീമ തഖൂലൂൻ, ആ പ്രശ്നത്തിൽ കിടക്കില്ല. പറഞ്ഞിരിക്കില്ലേ, നമ്മൾ ഓതിയതനുസരിച്ച് ഇങ്ങനെയാണ്, നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം കേട്ടാ, നമുക്കൊക്കെ അങ്ങനെ ചെയ്യാട്ടാ എന്നുള്ള പറഞ്ഞിട്ട് പറയണമെങ്കിൽ ഓക്കെ. അതേസമയത്ത് കേൾക്കുന്ന ആളെ ചവിട്ടിയിൽ മനസ്സിലാവുന്നത് എന്താ, ഇയാളൊക്കെ ചെയ്യേണ്ടത് നമ്മളോടും കൂടി ചെയ്യാൻ അങ്ങനെയല്ല, അങ്ങനെ പറയുന്നത്. ഫമൻ അലിമ ബിദാലിക, ആരേലും ഇൽമ് അതറിഞ്ഞാൽ, നാഫിയായ ഇൽമ അറിഞ്ഞാൽ, വഅമില ബിഹി, അമൽ ചെയ്താൽ, വദഅന്നാസ ഇലൈഹി, ആൾക്കാരെ അതിൽ ക്ഷണിച്ചാൽ, ഫദാലിക യുദ്ആ അദീമൻ, അയാൾ വിളിക്കപ്പെടും അല്ലെങ്കിൽ അറിയപ്പെടും, നാമകരണം ചെയ്യപ്പെടും. അദീമൻ, ഭയങ്കരാണെന്ന്. ഫി മലകൂതി സമാവാതി, ആകാശലോകത്ത് അങ്ങനെ അറിയപ്പെടും. ബി ഷഹാദത്തി ഈസ അലൈഹിസ്സലാം, ഈസ അലൈഹി സ്വലാമിൻ്റെ ഒരു വാക്കുണ്ട്,
അതിൽ ഒരാൾ ഇൽമു പഠിച്ച് അമൽ ചെയ്ത് ആൾക്കാരെ അതിലേക്ക് നടത്തി കഴിഞ്ഞാൽ അയാൾ ഭയങ്കരമാണ് അവീമാണെന്ന് വിളിക്കപ്പെടും ആരടുത്ത് ആകാശലോകത്ത് എന്ന്. ഫൈദ അപ്പോൾ പറഞ്ഞ് ആദ്യത്തെ ഒരു സംഭവം ഉഹറിൻ്റെ സമയം വരെ ഒഴിവുണ്ട്. അപ്പോൾ ഇൽമു പഠിക്കുക, ഇൽമിൻ്റെ മേഖലയിൽ തേടാൻ കഴിയുന്ന ആളാണ് തേടാൻ, മജ്ലിസിൽ പോകാൻ പറ്റുന്ന ആളാണ് പോവുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടത്താം. ഓക്കെ. ഫൈദ ഫറഹ്ത മിൻ ദാലിക കുല്ലി, അതിൽ നിന്നൊക്കെ ഫാരിഹായി, ദർസ് കഴിഞ്ഞ്, മജ്ലിസ് കഴിഞ്ഞ്. വഫറഹ്ത മിൻ ഇസ്ലാഹി നഫ്സിക, അല്ലെങ്കിൽ വൈദ ഫറഹ്ത മിൻ ദാലിക കുല്ലി, ഇൽമും അമലും ആൾക്കാരെ വിളിച്ചെങ്കിൽ. വഫറഹ്ത മിൻ ഇസ്ലാഹി നഫ്സിക ളാഹിറൻ വബാത്തിനൻ, സ്വയം അകവും പുറമൊക്കെ നന്നാക്കി. വഫദല ഷൈഉം മിൻ വഖ്തിക്, അപ്പോൾ അകവും പുറം നന്നാക്കാനുള്ള വഴികൾ നോക്കണമെന്ന്. എന്നിട്ട് അയാൾ എന്ത് ചെയ്ത്, അപ്പോൾ അയാൾ പഠിച്ചു. എന്താ പഠിച്ചത്? അയാൾ അകം നന്നാക്കണ, സ്വഭാവം നന്നാക്കുന്നത്. അയാൾ നിർബന്ധമായിട്ട് വേണ്ട നിസ്കാരം, നോമ്പ്, കാര്യങ്ങൾ, കച്ചവടം ഉണ്ടെങ്കിൽ കച്ചവടം, ജോലി ഉണ്ടെങ്കിൽ ജോലിൻ്റെ അവസരത്തുകൾ ഒക്കെ അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ടും. അതൊക്കെ അറിഞ്ഞു അയാൾ പണി കൊടുത്ത്, അതുപോലെ തന്നെ പേടിപ്പിക്കുന്നതും അതൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഇനിയും സമയം കണ്ടെത്തി. ഫലാ ബഅസ അൻ തശ്തഗില ബിഇൽമിൽ മദ്ഹബി മിനൽ ഫിഖ്ഹി, ഫിഖ്ഹിന്ന് മദ്ഹബ് പഠിക്കൽ കുഴപ്പമില്ല, നല്ലതാണെന്ന്. അതെപ്പോഴാണ് മദ്ഹബ് പഠിക്കലും ആഴത്തിൽ പഠിക്കലും ആവാം? ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം. ലിതഅരിഫ ബിഹിൽ ഫുറൂഅൻ നാദിറതി ഫിൽ ഇബാദാത്ത്, ഇബാദത്തിൽ സാധാരണ ഉപയോഗിച്ച് വരാത്ത മസാലത്തൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതായത് സാധാരണ നിർബന്ധമായിട്ടും അറിയണം. ഇതിലിപ്പോൾ സമയമുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ ഡീപ്പായിട്ടും സാധാരണ നമ്മൾ കണ്ടുവരുന്ന മസാലത്ത് മാത്രമല്ല, കണ്ടുവരാത്ത കുറേ മസാലത്തുകളുണ്ട്, അതൊക്കെ ഉൾപ്പെടുത്താണ്. وطريقة التوسط بين الخلق في الخصومات عند إكباب على الشهوات, ആൾക്കാർ അവരെ ഇച്ഛകൾ നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ അവർ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, കച്ചവടത്തിലാവട്ടെ കല്യാണത്തിലാവട്ടെ. അപ്പോൾ അതൊക്കെ എങ്ങനെ വേർപ്പെടുത്തേണ്ടത് എന്നുള്ളത് അറിയാനും കൂടി വേണ്ടിയിട്ട് മതം പഠിക്കാം. ഇപ്പോൾ കല്യാണം, ഒരു മനുഷ്യന് അവനും മറ്റൊരാളും തമ്മിലുള്ള ബന്ധം, ഒന്നാണ് കല്യാണ ബന്ധം. അതിൽ പ്രശ്നങ്ങൾ വരുമല്ലോ, അവൻ്റെ ഇച്ഛകളും അവൻ്റെ മോഹങ്ങളും ഇതൊക്കെ വെച്ചിട്ട് പ്രശ്നങ്ങൾ വരാമല്ലോ. അപ്പോൾ തലാഖുണ്ട്, ഖുൽഉണ്ട്, മസാലത്ത് കുറേ ഉണ്ടല്ലോ, കോടതി ഉണ്ട്, മറ്റേ മസാലത്തുണ്ട്. അപ്പോൾ അതിന് ഫിഖ് അറിയണമല്ലോ. അല്ലെങ്കിൽ കച്ചവടത്തിൽ പ്രശ്നം, തർക്കം, അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യണം? ഫിഖ് അറിയണം, മസാല അറിയണം. فذلك أيضا بعد الفراغ من هذه المهمات, ഈ കുറച്ച് നേരത്തെ പറയപ്പെട്ട മുഹിമ്മായ കാര്യത്തിന് ശേഷം ഇത് പഠിക്കൽ മിൻ ജുംലത്തി ഫുറൂദിൽ കിഫായാത്ത്, ഫർള് കിഫായത്തിൽ പെട്ടതാണ്. അപ്പോൾ സ്വയം നന്നാക്കേണ്ടതൊക്കെ പഠിക്കാം. അത് പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പഠിച്ച് നന്നാക്കേണ്ട, അകവും പുറമൊക്കെ നന്നാക്കേണ്ടത് പഠിച്ചു ഒരാൾ. അതിന് ശേഷം അയാൾ എന്ത് ചെയ്യാൻ? മദ്ഹബ് പഠിക്കാൻ പോവാം. എന്തിന്? അയാളെ സ്വയത്തിൽ വരുന്ന സാധാരണ അറിയുന്ന മസാലത്തല്ലാത്ത മസാലത്ത് തിരിയാനും, അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്കുള്ള മസാലത്തുകൾ തിരിയാൻ വേണ്ടിയിട്ട്. ഫഇൻ ദഅത്ക നഫ്സുക, നീ പറയാണ്, തൻ്റെ നഫ്സ് തന്നെ വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. എന്ത് ചെയ്യാൻ? ഇലാ തർക്കി മാ ദകർനാഹു, ഞങ്ങളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വിടിയാൻ. നാഫിഅ ഇൽമിന്ന് പറഞ്ഞ മിനൽ ഔറാദി, ഔറാദുകൾ, ദിക്റുകൾ പറഞ്ഞല്ലോ. വൽ അദ്കാരി, ദിക്റുകളും വിർദുകളും വിടയണമെന്ന് തൻ്റെ നഫ്സ് പറയുന്നുണ്ടെങ്കിൽ, ഇഷ്തിഗാലം ബിദാലിക്, ഈ മദ്ഹബ് പഠിക്കലും ഇൽമു പഠിക്കലും എന്താണ് വാളിൻ്റെ ദർസിൽ പോകലും ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ദിക്റും വിരുദൊക്കെ വിടിപ്പിക്കേണ്ടെങ്കിൽ, മനസ്സിലായില്ല? അതായത് അവൻ്റെ നന്നാക്കേണ്ട നിർബന്ധമായിട്ടും അറിയാനുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകേണ്ടതല്ല പറഞ്ഞത്. എക്സ്ട്രാ ആയ മദ്ഹബും മറ്റു കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അയാൾ ദിക്റും ഇതൊക്കെ ഒഴിവാക്കേണ്ടെങ്കിൽ, ഫഅലം, തീർച്ചയായും അറിയുക, അന്ന ശൈത്താനൽ ലഈൻ, ലഅനത്ത് ചെയ്യപ്പെട്ട ശൈത്താന് ഖദ് ദസ്സ ഇലാ ഖൽബിക ദാഅ അദ്ദഫീൻ, ഉറങ്ങിക്കിടക്കുന്ന മറങ്ങിക്കിടക്കുന്ന അസുഖം തൻ്റെ മനസ്സിൽ കുത്തി
കയറ്റിയിട്ടുണ്ട് ആര് ശൈത്താൻ. വഹുവ ഹുബ്ബുൽ മാലി വൽജാ, പണത്തിൻ്റെയും സ്ഥാനമാനത്തിൻ്റെയും ഇഷ്ടം മനസ്സിൽ ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫഇയ്യാക അൻ തഗ്തറ ബിഹി, ശ്രദ്ധിക്കുക, ശൈത്താൻ്റെ കുഴിയിൽ പോയിട്ട് ചാടരുത്. ഫതകൂന ദുഹ്കതൻ ലഹു, ചെറിയ വസ്തുവാകും, അതായത് തമാശിച്ച് കളിയാക്കുന്ന അവസ്ഥ വരുതെന്ന്. ആർക്ക്? ശൈത്താൻ കളിയാക്കുന്ന. ഫയുഹ്ലികക്, അപ്പോൾ തന്നെ ലാക്കിക്ക് കൊണ്ടുപോയി കടത്തും. സുമ്മ യസ്ഖറ മിക്, എന്നിട്ട് കളിയാക്കി കൊഞ്ചനം കുത്തും. അതായത് ചുരുക്കം പറഞ്ഞാൽ ദിക്റും ഔറാദൊക്കെ സുന്നത്തുകളൊക്കെ വിടുക, ചെയ്യേണ്ടതൊക്കെ ഒന്നും ചെയ്യാണ്ട് ആണ്ട് നിസാരാക്കിയിടുക, ഭയങ്കര ഡേഞ്ചറാണത്. ഫൈൻ ജറബ്ത നഫ്സക, ഇനി തുടക്കം പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ തജ്രിബത്ത് ചെയ്യാൻ പറഞ്ഞല്ലോ, അതിലേക്ക് മടങ്ങാണത്. ഇനി നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ദിക്റുകളും വിരുദ്ധകളൊക്കെ നഫ്സിന് കൊടുത്തിട്ട് ആ നഫ്സ് അതിൻ്റെ മിനിമം പിടിക്കണില്ല, സമയം ഉണ്ടായിട്ട് പിടിക്കണില്ല. ആ സമയത്തൊക്കെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ തുനിയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാന്ന് പറഞ്ഞത്. ഫൈൻ ജറബ്ത നഫ്സക, താൻ സ്വയത്തിനെ ട്രൈ ചെയ്ത്, മുദ്ദതൻ ഒരു കാലം, ഫിൽ ഔറാദി വൽ ഇബാദ, ഇബാദത്തുകളും വിരുദ്ധകളിലും ട്രൈ ചെയ്ത്, വകാനത് ലാ തസ്തസ്ഖിലുഹാ കസരൻ അൻഹാ, മടി കൊണ്ടല്ല അത് ഭാരമായത്, അങ്ങനെ ഭാരമായിട്ട് തോന്നില്ല. വലാകിൻ ളഹറത് റഗ്ബതുക ഫീ തഹ്സീലിൽ ഇൽമിൻ നാഫിഅ, പക്ഷേ അതിനൊപ്പം വിരുദ്ധം ഇബാദത്തിനൊപ്പം സ്വയത്തിൽ നഫ്സിലും നാഫിയായ ഇൽമ് പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. വലം തുരിദ് ബിഹി ഇല്ലാ വജ്ഹ അല്ലാഹി തആല വദ്ദാറൽ ആഖിറ, ആഖിറയും അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിക്കണമല്ലോ. ഫദാലിക, ആ കാര്യം അഫ്ദലു മിൻ നവാഫിലിൽ ഇബാദാത്ത്, ഇബാദത്തുകളിലത്തെ സുന്നത്തിനെക്കാട്ടിയും അഫ്ളലായിരിക്കുന്നു. അതായത് അയാൾ ദിക്റും വിരുദ്ധൊക്കെ അയാളുണ്ട്, അതിനൊപ്പം അത് ട്രൈ ചെയ്തിട്ട് അത് ക്യാൻസലൊന്നും ആയിട്ടില്ല, ട്രൈ ചെയ്തപ്പോൾ അതിനൊപ്പം അയാൾക്ക് ഇൽമും പഠിക്കണം എന്ന ആഗ്രഹം വന്നു. അയാളത് മടിയോ ഇതൊന്നുമില്ല, അയാൾ ഇങ്ങനെ കൊണ്ട് നടക്കാണ്ട് അതിനൊപ്പം ഇൽമു പഠിക്കണം എന്ന് വന്നു. അപ്പോൾ അയാൾ ആ സമയത്തിൽ നിന്ന് കുറച്ച് ഇൽമു ചിലവാക്കിയതുകൊണ്ട് അയാൾക്ക് കുഴപ്പമില്ല. നവാഫിലിൽ ഇബാദത്ത് മഹ്മാ സഹത്ത്, അതായത് എപ്പോൾ മഹ്മ എന്നുള്ളത് എപ്പോൾ ആയാൽ, സഹത്ത് ലക്ക നീയ, അയാളെ നീയത്ത് എപ്പോൾ നന്നായോ അപ്പോൾ ആ ഇൽമു പഠിക്കൽ സുന്നത്തിനെക്കാട്ടി അഫ്ളലാണ്. വലാകിന്ന പ്രശ്നമാണ്, വലാകിന്ന ശഅന ഫി സിഹത്തി നിയ്യ, പ്രശ്നമൊക്കെ നീയത്ത് സഹിയാവണോടത്താണ്. പറഞ്ഞിരുന്നില്ല അയാൾ. അപ്പോൾ ചോദ്യം ഇവിടെ മസാലത്ത് എന്തായി, ഇയാൾ ദിക്റിയിലും ഇതിലൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിലൊന്നും ഫെയിലായിട്ടില്ല ഇയാൾ. അതിനൊപ്പം അയാളെ മനസ്സിന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഇൽമു പഠിക്കണം, അള്ളാഹിന് വേണ്ടിയിട്ട് മാത്രം ഇൽമു പഠിക്കണം എന്നുണ്ട്. അപ്പോൾ ഇയാളെ നിയ്യത്തും ഇയാളെ അവസ്ഥ ഒക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അയാൾക്ക് ഈ ഇൽമു പഠിക്കൽ സുന്നത്തിനെക്കാട്ടി അഫ്ളലാണ്. പക്ഷെ പ്രശ്നം ഇവിടെ നിയ്യത്ത് സഹിഹാവോ എന്നുള്ളതിലാണ്. ഇപ്പോൾ മിക്കവരും പറഞ്ഞെടുക്കുന്ന സാധനം എന്താണ് നിങ്ങൾക്ക് കൃത്യമാണ്. ഹസാരി മുഹമ്മദ് ക്ലിയർ ആക്കി തന്നു. ആൾക്കാരുണ്ട് എന്താണ് സുന്നത്തിനെക്കാട്ടി അഫ്ളൽ ഇൽമു പഠിക്കലാണ്. അത് എപ്പോഴാണ് എങ്ങനെയൊന്നും ഇപ്പോൾ മനസ്സിലായ, ആർക്കാന്ന് മനസ്സിലായ, അതായത് വിരുദ്ധമൊക്കെ ഒരാൾക്കുണ്ട്, പക്ഷെ വിരുദ്ധിനൊപ്പം അയാൾ എന്ത് ചെയ്യുന്നു, അല്ലാണ്ട് അതൊക്കെ വിട്ടിട്ടാണെങ്കിൽ അയാളെ നഫ്സ് പണത്തിനും സ്ഥാനത്തിനും വേണ്ടിയിട്ടാണ്, ശൈത്താനാണ് അയാളെ വസ്വാസ ചെയ്തതെന്ന് മനസ്സിലായി. പക്ഷേ ശൈത്താൻ വസ്വാസമല്ല, അയാൾക്ക് ഉണ്ട്, അതൊന്നും വിടിയണം എന്ന് അയാൾക്കില്ല. പക്ഷേ ഇൽമു പഠിക്കണം, ഈ സമയം കൂടി അതിൽ ചിലവാക്കേണ്ട വരും, ഇത് എന്തിനും അള്ളാഹിന് വേണ്ടിയിട്ടാണ് എന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിയ്യത്ത് സഹിഹാണ്, കുഴപ്പമില്ല, അത് സുന്നത്തിനെക്കാട്ടി അഫ്ളലായി. പറഞ്ഞു തരിക. ഫഇദാ ലം തസിഹ, ഇനി ആ നിയ്യത്ത് സഹിഹായില്ലെങ്കിൽ ഫഹിയ, അതായിരിക്കുന്നു മഅദിനു ഗുറൂറിൽ ജുഹാൽ. മഅദിൻ എന്ന് പറഞ്ഞാൽ ഖനി, അതായത് ഒറിജിൻ ഫോം, സ്വർണത്തിന്, അതായത് പൊട്ടത്തരത്തിൻ്റെ അസ്ല് ഒറിജിൻ അതാണ്. വമസല്ലത്തു അല്ല മസില്ലത്തു അഖ്ദാമിർ റിജാൽ, ആൾക്കാരെ കാല് വഴുതുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഇതൊക്കെ സുന്നത്തും വിരുദ്ധമൊക്കെ വിട്ടിട്ട് ഇൽമിയിൽ പോയിട്ടാണ്ട് ശുഹലാവുന്നത്, നിയ്യത്ത് സഹിഹാവില്ല, അയാൾ വഴുതി പോയ അവസ്ഥ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ
ആർക്കാണ് സുന്നത്തിനെ കാട്ടി അഫ്ളൽ ഇൽമ് എന്ന് പറയുന്നത്, നാഫിയായ ഇൽമ്? അയാൾ അമലും ഇബാദത്തൊക്കെ നടത്തേണ്ടത് ഇതൊക്കെ ഉണ്ട്, അതിനൊപ്പം ഇതും കൂടി പഠിക്കണം, നല്ല ഭയങ്കര അള്ളാഹ്ക്ക് വേണ്ടി പഠിക്കണം എന്നുള്ള കൃത്യമായ നീയത്തോടെ അമൽ ചെയ്യണവർക്ക് മാത്രമാണ് അതുള്ളത്. ക്ലിയർ? നമ്മൾ വിരുദ്ധ ചെല്ലുന്നുണ്ട്, നമ്മൾ നിർബന്ധ വിരുദ്ധ ഉണ്ടാവും ചെല്ലുമ്പോൾ അപ്പുറത്ത് മജ്ലിസ് നടക്കുന്നുണ്ട്, ഇൽമിൻ്റെ മജ്ലിസ്. അഫ്ളൽ ഏതാണ്? അതന്നെ, അയാൾ അതിന് വേണ്ടി സ്ഥാനമാനത്തിനൊന്നും വേണ്ടിയിട്ടല്ല, അയാൾ അത് ഇൽമു പഠിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിന് അയാൾ അവിടെ പോയി. അയാൾ ഇനി അതില്ലാത്ത സമയത്തൊക്കെ ഇത് ചെല്ലുന്നുണ്ടെങ്കിൽ അയാൾ ആ ഇൽമിന് പോലെ അഫ്ളലാണ്, ആ വിരുദ്ധ ചെല്ലാണ് കാട്ടി അഫ്ളലാണ്. കുടുങ്ങിയെന്ന് മാത്രമല്ല, നിയ്യത്ത് അവിടെയാണ്. അപ്പോൾ എന്തായി? ഇപ്പോൾ സാലിഹ്യങ്ങളിപ്പോൾ എന്താണ് ചരിത്രം നോക്കി കഴിഞ്ഞാൽ ചില ഉലമാക്കളെ കുറിച്ച് പറയേണ്ടത്, ഉമ്മ ഇങ്ങനെ നോക്കുമ്പോൾ, ഒരാലിമിനെ കുറിച്ച് പറയേണ്ടത്, ഉമ്മ ഇങ്ങനെ നോക്കുമ്പോൾ എന്നും രാത്രി വിളക്ക് കത്തിച്ചിട്ടാണ്ട് ഇരുന്ന് പഠിക്കുകയാണ്, കിതാബ് ഓതണം ഈതാണ്. പാവമല്ലേ, ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് എന്താ മുപ്പര് എന്ത് ചെയ്ത് രാത്രി കട ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അന്നത്തെ എണ്ണയിരുന്ന് കുറച്ച്. അപ്പോൾ ഒരു ടൈം എത്തി കഴിഞ്ഞാൽ, രാത്രി ഒരു സമയത്ത് കഴിഞ്ഞാൽ എന്താവും, കേടും. പിന്നെ എണ്ണ അന്വേഷിച്ച് നടന്നിട്ട് മേടിക്കാൻ എന്തില്ല, കഴിയില്ലല്ലോ. ഉമ്മ ഇങ്ങനെ സന്തോഷിച്ചിരുന്നു, കാരണം മൂപ്പര് ഈ സമയമൊക്കെ ഉറങ്ങിക്കോളും, എഴുതാനും വായിക്കാനും പറ്റില്ല. അങ്ങനെ നോക്കുമ്പോഴുണ്ട് ഇതാ ഖുർആനോദാണ്. ആളാ സമയത്ത് ഇൽമ അല്ലാഹ്ക്ക് വേണ്ടി പഠിക്കായിരുന്നു, ഇതായിരുന്നു. അത് മറ്റെല്ലാ ഇബാദത്തേക്ക് തിരിച്ചു പഠിക്കും. അതുകൊണ്ടാണ് അവരെ ഇൽമൊക്കെ ഇങ്ങനെ നാഫിയായ ഇൽമായത്. ഇപ്പം ക്ലിയറായ? ഇതാണ് അതിൻ്റെ ശരിക്കുള്ള ഡീറ്റെയിൽ. ഇനി ആദ്യത്തെ അവസ്ഥ കഴിഞ്ഞ്, ആദ്യത്തെ ഇൽമ തേടാൻ. അപ്പോൾ ആ ഇൽമ തേടാനുള്ള മാർഗങ്ങളുള്ള ആൾക്കാർക്ക് ഇൽമ തേടാം. ഇത് 4 അവസ്ഥ എന്നറിയുമ്പോൾ, ചിലപ്പോൾ ഒരാൾക്ക് 4 അവസ്ഥയും അവസ്ഥകൾ മാറിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ഒരു അവസ്ഥ മാത്രമായിരിക്കാം. രണ്ടാമത്തത് അൽ ഹാലത്തു സാനി അല്ലാ തഖ്ദീർ അലാ തഹ്സീലിൽ ഇൽമിൻ നാഫി. അയാൾക്ക് നാഫിയായ ഇൽമ പഠിക്കാൻ പറ്റുന്ന മാർഗമല്ല. ഒന്നുപോലെ പ്രായത്തിയാലും നാഫിയായ ഇൽമ പഠിക്കുക, അല്ലെങ്കിൽ ശുഗല് കൊണ്ടോ ജോലി കൊണ്ടോ. വലാകിൻ തഷ്തഗിലു ബി വദായിഫിൽ ഇബാദാത്ത്. പക്ഷേ അയാൾക്ക് ഇബാദത്തുകൾ നന്നാക്കേണ്ട ഇൽമുണ്ട്. കൂടുതലൊന്നും പഠിക്കാനില്ല, ആ പേടിക്കാൻ ഇതിനൊന്നും അയാൾക്ക് ഇൽമില്ല. പക്ഷേ അയാൾക്ക് ദിക്റുണ്ട്, കുറച്ച് അമലുണ്ട്. മിന ദിക്രി വൽ ഖിറാഅത്തി വത്തസ്ബീഹാത്തി വസ്സലവാത്ത്, സുന്നത്ത് നിസ്കാരങ്ങൾ. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? ഇനി കൂടുതൽ പഠിക്കാനോ ദിക്റിൻ്റെ മജ്ലിസ്, കൂടുതൽ ഇൽമിൻ്റെ മജ്ലിസോ അതിനൊന്നും വഴികളില്ല. അല്ലെങ്കിൽ അയാളുടെ അവസ്ഥ അങ്ങനെയാണ്. ചിലർ ഇപ്പോൾ മജ്ലിസിൽ പോയാൽ ഒന്നും തിരിയൂല, അങ്ങനൊക്കെ അവസ്ഥയാണ്. പക്ഷെ അയാൾ അമൽ നന്നാക്കാനുള്ളത് അയാളെടുത്തുണ്ട്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യേണ്ടത്? അയാളെ സമയം മുഴുവൻ അയാൾ ഷുഗലാക്കാണ്, ദിക്റ് കൊണ്ടോ ഔറാദ് കൊണ്ടോ. അങ്ങനത്തെ ആൾ ഫദാലിക മിൻ ദറജാത്തിൽ ആബിദീന വസിയരി സ്വാലിഹീൻ. അത് ആബിദീങ്ങളെ ദറജത്തിലാണ് അയാൾ ഉണ്ടാവുക. വസിയരി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ വഴിയിലാണ് ചരിത്രത്തിൽ. വതകൂനു ബിദാലിക അയ്ദൻ മിനൽ ഫായിസീൻ. അതുകൊണ്ട് അയാൾ അമലുണ്ട്, കൂടുതൽ ഇൽമു പഠിക്കണില്ല, ഉള്ളത് കൊണ്ട് അമൽ ചെയ്യേണ്ട. സെക്കൻഡ് കാറ്റഗറി. ഇനി മൂന്നാമത്തെ കാറ്റഗറി അൽ ഹാലത്തു സാലിസ അൻ തഷ്തഗില ബിമാ തൂസിലു ബിഹി ഖൈറൻ ഇലൽ മുസ്ലിമീൻ. മുസ്ലിങ്ങൾക്ക് ഖൈറെത്തുന്ന ഒരു കാര്യം ചെയ്യാം. വതുദ്ഖിലു മിൻഹു സുറൂറൻ അലാ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ ഖൽബിൽ സന്തോഷെത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ഔ തുയസ്സിറു ബിഹിൽ അഅമാല സ്സാലിഹത ലിസ്സാലിഹീൻ. സാലിഹീങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഖിദ്മത്തിൽ ഫുഖഹ. അപ്പോൾ ഫുഖഹാക്കൾ അമലില്ലാത്തവരല്ല, ഫിഖ് പഠിപ്പിക്കലും ദർസുകൾ നടത്തലും അവർ അമലുണ്ട്. പക്ഷെ ഫിഖ് കൊണ്ടാണ് അവർ അറിയപ്പെട്ടത്, ദർസ് കൊണ്ടൊക്കെ. അപ്പോൾ അവരെ ഖിദ്മത്ത് ചെയ്യുക. വസ്സൂഫിയ്യത്തിൽ മുഹഖിഖീൻ. തഹ്ഖീഖുള്ള സൂഫികൾ, അതായത് അവർക്ക് മസലത്ത് തോന്നും, പക്ഷെ അവർ അമൽ കൊണ്ട് അറിയപ്പെട്ട ആൾക്കാരെ നന്നാക്കുന്നു. വഅഹ്ലിദ്ദീൻ, ദീൻ്റെ ആൾക്കാർ എന്ന് പറയുമ്പോൾ അത് ആ 2 കാറ്റഗറിയിൽ നിന്നും താഴെയുള്ളവർ.
വത്തറദ്ദുദി ഫി അഷ്ഗാലിഹിം, അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങനെ അവരുടെ അടുത്തേക്ക് പോവാം. വസ്സഈ ഫി അത് മാത്രമല്ല, വസ്സഈ ഫി ഇത്ആമിൽ ഫുഖറാഇ വൽ മസാകീൻ, മിസ്കീന്മാരും പാവങ്ങളൊക്കെ ഭക്ഷണം കൊടുക്കൽ, അതിനു വേണ്ടി നമ്മൾ തേടൽ, അതുപോലെ തന്നെ ആൾക്കാരെ സഹായിക്കൽ. വത്തറദ്ദുദി അലൽ മർദാ ബിൽ ഇയാദ, അസുഖമുള്ളവനെ സന്ദർശിക്കുക. വഅലൽ ജനായിസി ബിത്തശ്യീഅ, ജനാസകൾ തശ്യീഅ ചെയ്യുക, അതായത് ജനാസ ഇതാക്കുക, അതിൻ്റെ ഒപ്പം നിസ്കരിക്കുക, ഇതൊക്കെ അതിൽ പെടും. ഫകുല്ലു ദാലിക അഫ്ളലു മിനൻ നവാഫിൽ, ഇതൊക്കെ സുന്നത്തിനെക്കാട്ടി അഫ്ളലാണ്. ഏത് മുഅക്കദല്ലാത്ത സുന്നത്തുകൾ ഉണ്ടാവില്ല, സുന്നത്തുകളെക്കാട്ടി അഫ്ളല. ഫഇന്നഹാദി ഇബാദത്തുൻ വഫീഹാ റിഫ്ഖും ബിൽ മുസ്ലിമീൻ, ഇതൊക്കെ ഇബാദത്തുകളാണ്, പക്ഷേ അതിനൊപ്പം എന്തുണ്ട്, മുസ്ലിങ്ങളോടുള്ള ഒരു റിഫ്ഖുണ്ട്. അതായത് മുസ്ലിങ്ങളെ കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകുന്നതാണത്. അപ്പോൾ ഒരാൾ സുന്നത്ത് മുഅക്കദായ സുന്നത്ത് പിടിക്കരുത്, മുഅക്കദല്ലാത്ത നല്ല കാര്യങ്ങളായ സുന്നത്തുകൾ ഉണ്ടാവില്ല, കാട്ടി അഫ്ളലാണ്. മുസ്ലിങ്ങൾക്ക് ഇപ്പം നല്ല കിട്ടും. അഫ്ളൽ ഇപ്പോൾ നമ്മൾ നോക്കാം, ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആൾക്കാർക്ക് മുസ്ലിങ്ങളെ മുന്തിക്കാം. അപ്പോൾ ആൾക്കാർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യൽ, അതാണ് മൂന്നാമത്തെ അവസ്ഥ. ഇൽമും പഠിക്കണില്ല, അമലും അങ്ങനെയല്ല. അപ്പോൾ എന്താണ് അവിടെ സാമൂഹിക സേവന, പ്രത്യേകിച്ചിട്ട് ഇൽമിൻ്റെ ആൾക്കാർ, അമലിൻ്റെ ആൾക്കാർ, അവർക്കൊക്കെ കൂടുതൽ ഇത് സേവനം ചെയ്യുക, ബാക്കിയുള്ളവർക്കും സേവനം ചെയ്യുക, ആൾക്കാർക്ക് ഉപകാരപ്രദമാവുക. ഈ നാലാമത്തെ അവസ്ഥ അല്ലാ തഖ്വ അലാ ദാലിക്, അതിനും അയാൾക്ക് സാധിക്കില്ല. അതായത് മുമ്പ് പറഞ്ഞ മൂന്ന് അവസ്ഥയിലും ഇയാളില്ല. വഷ്തഗൽത ബിഹാജത്തിക്, അയാളെ കാര്യങ്ങൾ അയാൾ നോക്കി, എങ്ങനെ ജോലി കൊണ്ട്, ഇക്തിസാബൻ അലാ നഫ്സിക വ അലാ ഇയാലിക്, സ്വയത്തിന് ചിലവ് കഴിഞ്ഞു പോകാനും മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത്. അയാൾ എന്ന് പറഞ്ഞാൽ അയാളെ ചിലവിൽ നടക്കുന്ന ആൾക്കാർ. വഖദ് സലിമൽ മുസ്ലിമൂന മിൻക്, മുസ്ലിങ്ങൾ എന്തായി, നിങ്ങളെത്തുനിന്ന് സലാമത്തായി. വ അമിനു മിൻ ലിസാനിക വയദിക്, നിങ്ങളെ നാവിൽ നിന്നും കയ്യിൽ നിന്നൊക്കെ അവർ രക്ഷ കിട്ടി. വസലിം അലക ദീനുക്, തൻ്റെ ദീനിൽ കോട്ടം വന്നിട്ടില്ല, ഫർളിയിലും വഖദായ സുന്നത്തിലൊന്നും കോട്ടം വന്നിട്ടില്ല. അതൊക്കെ ഉണ്ട്, അടിസ്ഥാനമായ മൂലധനത്തിൽ കോട്ടമൊന്നും വന്നിട്ടില്ല. കോട്ട വന്നാൽ പരിഹാരമുള്ള വഖദായ സുന്നത്തുകളൊക്കെ ഉണ്ട്. ഇസ്ലം തർത്തക്കിൽ മാസിയ, കോട്ടം വന്നിട്ടില്ല എന്ന് എങ്ങനെ പറയാ, മാസിയത്ത് ചെയ്തിട്ടില്ല. ഫതനാല, അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫതനാല ബിദാലിക ദറജാതി അസ്ഹാബിൽ യമീൻ, അങ്ങനെയാണ് നിങ്ങൾ അസ്ഹാബുൽ യമീൻ്റെ കാറ്റഗറിയിൽ നിങ്ങൾ പെടും. ഇല്ലം തകുൻ മിൻ അഹ്ലി തറഖി ഇലാ മഖാമാതി സാബിഖീൻ, മുമ്പ് പറഞ്ഞ ആൾക്കാർ സാബിഖീങ്ങളെ ദർജത്തിൽ നിങ്ങൾ എത്തില്ലെങ്കിലും അസ്ഹാബുൽ യമീൻ പെടും. അസ്ഹാബ് വലുത്ത ആൾക്കാർ വിജയിച്ചവരിൽ, കാരണം ആരോ ഉപദ്രവിച്ചിട്ടില്ല, കുറ്റം ചെയ്തിട്ടില്ല, അയാൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ജോലിയെടുത്ത് ജീവിച്ച് മരിച്ചു. വഹാദി അഖല്ലു ദറജാതി ഫി മഖാമാതി ദീൻ, ദീൻ്റെ ഏറ്റവും തട്ടിയുള്ള ദർജത്താണിത്. വമാ ബഅദഹാ ഫഹിയ മിൻ മറാത്തിഇ ശയാത്തീൻ, അതിന് ശേഷം വരുന്ന ദർജത്തൊക്കെ ശൈത്താൻ്റെ ഇതിലാണ്. വദാലിക ബിഅൻ തശ്തഗില വൽഇയാദു ബില്ലാഹി ബിമാ യഹ്ദിമു ദീനക്, തൻ്റെ ദീന് ഹദമാക്കുന്ന ഹലാക്കാവുന്ന കാര്യങ്ങൾ ചെയ്യുക. ഔ തൂദി അബ്ദൻ മിൻ ഇബാദില്ല, അല്ലെങ്കിൽ ഒരു അള്ളാഹുവിൻ്റെ അടിമനെ ഉപദ്രവിക്കുക. ഫഹാദിഹി റുത്ബത്തുൽ ഹാലിക്കീൻ, നശിച്ചവൻ്റെ മർത്തബത്താണിത്. ഫഇയ്യാക അൻ തകൂന ഫീ ഹാദിഹി തബഖ, ഒരിക്കലും ഈ കൂട്ടത്തിൽ നിങ്ങൾ പെടരുതേ. അപ്പോൾ അത് ക്ലിയറായി. എന്നിട്ട് പറഞ്ഞു വഅലം, തീർച്ചയായും അറിയുക, അന്നൽ അബ്ദ ഫി ഹഖി ദീനി അലാ സലാസി ദർജാത്ത്, ദീൻ്റെ കാര്യത്തിൽ 3 അവസ്ഥയിലാണ് അയാളുള്ളത്. ഇമ്മ സാലിമുൻ, സാലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രക്ഷപ്പെട്ടവൻ. അല്ല, സാലിം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, എന്താണ് സലാമത്തുള്ളവൻ.
വഹുവൽ മുഖ്തസിറു അല അദാഇൽ ഫറായിദ് വ തർക്കിൽ മആസി. അയാൾ ഫർളുകളൊക്കെ ശരിക്കും ചെയ്യേണ്ട, പറ്റണ പോലെ ചെയ്യേണ്ടത്, കുറ്റങ്ങളൊന്നും ചെയ്യുന്നില്ല. കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വൻദോഷം ചെറുദോഷമില്ല, ദോഷങ്ങളൊന്നുമില്ല. ഫർളുകൾ പറ്റണ പോലെ അയാൾ ചെയ്യേണ്ടത്, കുറവ് വരുത്താതെ. അയാൾ സലാമത്ത മൂലധനം ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ പ്രശ്നം ഓട്ട വന്ന പ്രശ്നമാണ്, മൈനസ് ഇല്ലാതെ ഇങ്ങനെ അയാൾ കുറ്റമൊന്നും ചെയ്യണില്ല, പ്രോഫിറ്റ് ഇല്ല. കുറ്റമില്ലാത്തത് കൊണ്ട് ഇനി എന്തെങ്കിലും പ്രോഫിറ്റ് വരുമ്പോഴും ഓട്ടകൾ ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കും, കുറ്റങ്ങളില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഔറാബിഹുൻ, കച്ചവടത്തിൽ വിജയിച്ചവൻ. വഹുവൽ മുതതവ്വിഉ ബിൽ ഖുർബാത്തി വന്നവാഫിൽ, സുന്നത്തുകൾ കൊണ്ടോ ഔറാദ് കൊണ്ടൊക്കെ വർദ്ധിപ്പിച്ച ആൾ. ഔ ഖാസിറുൻ വഹുവൽ മുഖസ്സിറു അനിൽ ലവാസിം, നിർബന്ധാക്കപ്പെട്ട കാര്യത്തിൽ തന്നെ കുറവ് വരുത്തുന്നവൻ, അയാൾ നഷ്ടത്തിലാണ്. കാരണം എന്താ? മൂലധനത്തിൽ തന്നെ കുറേ പ്രശ്നമുണ്ട്. ഫഇല്ലം തഖ്ദിർ അൻ തകൂന റാബിഹൻ, തനിക്ക് റിബ്ഹുള്ളവനാവാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫജ്തഹിദ് അൻ തകൂന സാലിമ, സലാമത്തുള്ള ആളെങ്കിലും ആവണം. വഇയ്യാക സുമ്മ ഇയ്യാക അൻ തകൂന ഖാസിറ, ഒരിക്കലും നാശത്തിൽ ഓടുന്ന ആൾക്കാരാവരുത്. വൽ അബ്ദു ഫി ഹഖി സാഇരിൽ ഇബാദി, അപ്പോൾ അള്ളാൻ്റെ അയാളിടയുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞെന്ന്. ഇനി അയാളും വേറെ ആൾക്കാരുടെ ഇടയിൽ അയാളെങ്ങനെ ഉണ്ടാവേണ്ടതെന്ന് പറയാം. 3 ദർജത്താണ്. അൽ ഊല അൻ യൻസില ഫി ഹഖിഹിം മൻസിലത്തൽ കിറാമിൽ ബററതി മിനൽ മലായിക, അതായത് മലക്കുകളെ കൂട്ടത്തിൽ അയാൾ, അതായത് ആൾക്കാർക്ക് ഉപകാരം ചെയ്ത. വഹുവ അൻ യസ്അ ഫി അഗ്റാദിഹിം, അപ്പം മനുഷ്യന്മാരൊപ്പം എങ്ങനെയാണ് അവരെ കാര്യങ്ങൾ നടത്താനും, റിഫ്ഖൻ ബിഹിം, അവരെ കാര്യങ്ങൾ നടത്താനും, അവരെ കാര്യങ്ങൾ നോക്കാനും, അവർക്ക് ഇദ്ഖാലൽ ലിസ്സുറൂരി അലാ ഖുലൂബി, അവരുടെ മനസ്സിൽ സന്തോഷം കയറ്റാൻ, അതായത് അവരെ കാര്യങ്ങൾ നമ്മൾ പറ്റണ പോലെ ചെയ്തു കൊടുക്കാം. അസ്സാനിയ, രണ്ടാമത്തത് അൻ യൻസില മൻസിലത്തൽ ബഹായിമി വൽ ജമാദാത്തി ഫി ഹഖിഹിം, മരവും ചമരൊക്കെ പോലെ. ഫലാ യനാലുഹും ഖൈറു, അയാൾ ഒരാൾക്ക് ഖൈർ ചെയ്യുന്നില്ല. വലാകിൻ യകുഫു അൻഹും ഷർറ, അയാൾ ഷർറ എടുങ്ങറില്ല. മരമൊക്കെ പോലെ ഒരാൾക്ക് മരെന്താ, പക്ഷെ മരത്തിന് തണലുണ്ട്. കല്ലൊക്കെ പോലെ അതിനങ്ങാത്തൊരു ഉപയോഗമില്ലാത്ത സാധനം പോലെ. അതാണ്. ഈ മൂന്നാമത്തെ അൻ യൻസില ഫി ഹഖി മൻസിലത്തൽ അഖാരിബി, തേള്, വൽ ഹയ്യാത്തി, പാമ്പ്, വസ്സിബായി, ചീറ്റ, അതായത് തീറ്റ, അതായത് ഇതുള്ളത് കാട്ടുവസ്തു. അദ്ബാരിയാത്ത് ലാ യുർജ ഖൈറു, അതിൽ നിന്നൊരു നല്ലതൊന്നും പ്രതീക്ഷിക്കണ്ട പാമ്പിൻ്റെ. ഒയുത്തഖ ഷർറു, അയാളെ ഷർറ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്താണ് ഇങ്ങനെ എപ്പോഴും കോഷനായിട്ട് നടക്കും. ഫഇല്ലം തഖ്ദിർ അലാ അൻ തൽതഹിഖ ബി ഉഫുഖിൽ മലായിക, മലക്കുകളെ ഇതിൽ നിങ്ങൾക്ക് ചേരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫഹ്ദർ അൻ തൻസില അൻ ദർജത്തിൽ ബഹായിമി വൽ ജമാദാത്ത് ഇലാ മറാത്തിബിൽ അഖാരിബി വൽ ഹയ്യാത്ത്. മൂന്നാമത്തെ, അതായത് ഒന്നും ഉപകാരവും ഇതില്ലാത്തതെന്ന് പോയിട്ട് ആൾക്കാരെ ഉപദ്രവിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ പെടരുത്. ഫഇൻ റദീത ലിനഫ്സിക നുസൂല മിൻ അഅ്ലാ ഇല്ലിയീൻ, ഏറ്റവും ഉയർന്ന സ്ഥാനത്തിൽ നിന്ന് താൻ താവൽ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ തർദ ലഹാ ബിലൗയിൽ അസ്ഫലി സാഫിലീൻ, ഏറ്റവും പടുകുഴിയിൽ പോയിട്ട് വീഴുന്ന അവസ്ഥയിലാവരുത്. മോളിക്ക് എത്തിയില്ലെന്ന് കുഴപ്പമില്ല. ഫലഅല്ലക അൻ തൻജുവ കഫാഫ, നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിട്ട് നിന്നാൽ ഉയരത്തി പോയില്ല താഴേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കഫാഫനായിട്ട് രക്ഷപ്പെടാം. കഫാഫൻ്റെ അർത്ഥം എന്താ? ലാലക്ക, തനിക്കൊന്നുമില്ല, വലാ അലൈക്ക, തൻ്റെ മേലൊന്നുമില്ല, കിട്ടാനുമില്ല കൊടുക്കാനുമില്ല. ഇയാളെ കാര്യമായി അങ്ങനെ രക്ഷപ്പെടാം. പറഞ്ഞിരിക്കാ എന്നിട്ട് പറഞ്ഞ് ഫഅലൈക ഫീ ബയാദി നഹാരിക്, തൻ്റെ രാവിലെ, വെളിച്ചമുള്ള രാവിലെ, അല്ലാ തഷ്തഗില ഇല്ലാ ബിമാ യൻഫഉക ഫീ മആദിക വ മആശിക്, മടക്ക ദിവസം, അതായത് ആഖിറത്തിലേക്കുള്ളതും
തൻ്റെ ജീവിതത്തിൽ ജീവിക്കാനുള്ള കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് നിങ്ങൾ പ്രവർത്തിക്കണം. അല്ലദീ ലാ തസ്തഗ്നി അനിൽ ഇസ്തിആനതി ബിഹി അലാ മആദിക്, ദുനിയാവീന്ന് തൻ്റെ ആഖിറത്തിലേക്ക് സഹായകരമാവുന്ന കാര്യങ്ങളാവണം ദുനിയാവിൻ്റെ. അപ്പോൾ അതും ആഖിറത്തിൻ്റെ കാര്യമായി. എങ്ങനെ ശമ്പളം വേണം, അപ്പോൾ ആഖിറത്തിലേക്കുള്ള കാര്യങ്ങളും നടത്താൻ പറ്റും. ആൾക്കാരോട് ചോദിക്കേണ്ട, ഹസദ് ഉണ്ടാവില്ല, അക്കരുതുണ്ട്, അങ്ങനെ എന്നിട്ട് പറയാം. ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല, അവസാനം പറയാം ഫൈൻ അജസ്ത അനിൽ ഖിയാമി ബിഹഖി ദീനിക്, തൻ്റെ ദീൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാരൊപ്പം, മഅ മുഖാലത്തത്തിന്നാസ്, ആൾക്കാരൊപ്പം നടക്കുമ്പോൾ കൂട്ടുകാരന്മാരും ഒപ്പമുള്ളവരൊക്കെ ഇയാളെ വഴിതെറ്റിക്കാണ് സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും. ആൾക്കാരൊപ്പം നടന്നിട്ട് അയാളെ ദീന് ശരിയാക്കാൻ പറ്റണില്ല. വകുന്ത ലാ തസ്ലമു, ഇനി അവരൊപ്പം നടക്കുമ്പോൾ സലാമത്തില്ല. ഫൽ ഉസ്ലത്തു ഔലാബിക്, അയാൾ ഒഴിഞ്ഞു നിൽക്കൽ, അയാൾ ഒറ്റക്ക് ഒഴിഞ്ഞു നിൽക്കലാണ് അയാൾക്ക് ഖൈർ. ഫഅലൈക ബിഹാ ഫഫിഹ സലാമ, ഒഴിവായി നിൽക്കുക. അപ്പോൾ അതിൽ ഒരു സലാമത്തുണ്ട്. കാരണം അയാൾ ആൾക്കാരെ ഉപദ്രവിക്കണേ, ഒന്നുമില്ല അയാൾ ആൾക്കാരെ ഉപദ്രവിക്കുക, അപ്പോൾ അയാൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഖൈർ. അല്ല ആൾക്കാർ ഇയാൾ ഉപദ്രവിക്കുക, ഇയാളെ ദീനെ കൂട്ടുകാരൊക്കെ നിസ്കരിക്കുമ്പോൾ കളിയാക്കാൻ എന്താണ് നിസ്കരിക്കുന്നത് എന്നൊക്കെ അറിയുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഉസ്ലത്താണ് ഖൈർ. ഫഇൻ കാനത്തിൽ വസാവിസു ഫിൽ ഉസ്ലത്തി, ഇത് ഭയങ്കര ഈ ഉസ്ലത്തിൽ നിൽക്കുമ്പോൾ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൊബൈൽ കളിക്കും, എന്താണ് ഇപ്പോൾ റീൽസ് കാണും, വേണ്ടതും വേണ്ടാത്തതും കാണുന്നുണ്ടെങ്കിൽ, തുജാദിബുക ഇലാ മാ ലാ യുർദില്ലാഹ തആല, അല്ലാഹ് തൃപ്തിപ്പെടുന്ന കാര്യങ്ങളല്ലാത്തേൽക്ക്, അല്ലാഹ് തൃപ്തിപ്പെടാത്ത കാര്യത്തിലേക്ക് തന്നെ ഇങ്ങനെ കൊണ്ടുപോയി ഇടേണ്ടെങ്കിൽ എന്ത് ഉസ്ലത്ത്, ഒറ്റക്ക് നിൽക്കൽ. ഇപ്പോൾ മൊബൈൽ അതാണ്. വലം തഖ്ദിർ അലാ ഖംഇഹാ ബിവദാഇഫിൽ ഇബാദാത്ത്, ഇബാദത്തുകളെ വസീഫത്ത് കൊണ്ട്, ദിക്ർ കൊണ്ടോ ഖുർആൻ കൊണ്ടോ ഇതൊന്നും കൊണ്ട് അയാൾക്കത് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ഉസ്ലത്തിൽ. മനസ്സിലായില്ല? ഉസ്ലത്തിൽ അയാൾക്കത് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ഈ തെറ്റുകളിൽ നിന്ന് പോകണേൽ. ഫഅലൈക ബിന്നൗം, ഉറങ്ങ, ഈസിയുടെ ബെഡ് ശരിയാക്ക, ഉറങ്ങ. തമാശക്ക് പറഞ്ഞില്ല, ആൾക്കാരെ ഉപകാരപ്പെടാൻ പറ്റണില്ല. ജോലി കഴിഞ്ഞ് വന്ന്, ഞാൻ പറഞ്ഞില്ല ഇത് അവസ്ഥകളാണ് മനുഷ്യൻ്റെ. ജോലി കഴിഞ്ഞ് വന്ന് ഇയാളിപ്പോൾ ഈ മൊബൈലിൽ ഇരുന്ന് സമയം കുറേയുണ്ട്, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല, മൊബൈൽ ഇങ്ങനെ കുറേ ഇരുന്ന് കണ്ടാൽ തെറ്റുകളൊക്കെ നടക്കും. ഇപ്പം എന്തപ്പം ചെയ്യുക? ഉറങ്ങ. ഫഹാദ അഹ്സനു അഹ്വാലിക വ അഹ്വാലിന, തൻ്റെ ഞങ്ങൾക്ക് അവസ്ഥ, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ കാലക്കാരെ അവസ്ഥ, തൻ്റെ ഈ കാലക്കാരൊക്കെ അവസ്ഥ ഏറ്റവും നല്ല അവസ്ഥ അതാണ്. ഇതാ അജസ്ന അനിൽ ഗനീമത്തി, വലിയ മുതലും ഇതൊക്കെ ഉണ്ടാക്കാൻ സമ്പാദിക്കാൻ, ഗനീമത്ത് കിട്ടാൻ, ഭയങ്കര പൈസ കിട്ടാനുള്ള ഇത് മാർഗം ഇല്ലയെന്നായി കഴിഞ്ഞാൽ ഫർദീന ബിസ്സലാമത്തി ഫിൽ ഹസീമ, ഓടിപ്പോയാലും നഷ്ടമല്ലാണ്ട് ഓടിപ്പോയാൽ മതി, നഷ്ടം ഉണ്ടാവരുത്. യുദ്ധം ചെയ്യാൻ പോയി, അവർ പറയാണ് ഞങ്ങൾ പിന്മാറി, ഒരാളും കൊല്ലപ്പെടാണ്ട് പിന്മാറിയെന്നുണ്ടെങ്കിൽ അതെങ്കിലും ഉണ്ടായാൽ മതി, സലാമത്തുണ്ടായാൽ മതി, ലോസില്ലാതെ. وأخسس بحالي ألا فأخس بحالي من سلامة دينه في تعطيل حياته. നിങ്ങൾ തന്നെ ആലോചിച്ചൊക്കെ എന്തൊരു മോശപ്പെട്ട ഹിസ്സത്തുള്ളത്, എന്തൊരു താഴെ ലെവലുള്ള എന്താണ് തീരെ വിലയില്ലാത്ത സാധനമാണ്. അയാളെ ദീന് സലാമത്താവണമെന്നുണ്ടെങ്കിൽ, അയാളെ ജീവിതം തന്നെ നിർത്തിയേക്കണം എന്നുണ്ടെങ്കിൽ, അത് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ എന്തോ ദയനീയമായ അവസ്ഥയാണ്. ഇതിന്നൗമു അഹുൽ മൗത്ത്, മരണത്തിൻ്റെ സഹോദരനാണ് ഉറക്കം. വഹുവ തഅഖീലു ലിൽ ഹയാ, ഹയാത്തിൻ്റെ നടത്തത്തിൽ നിന്ന് സ്റ്റോപ്പാക്കലാണല്ലോ ഉറക്കം. വൽത്തിഹാഖും ബിൽ ജമാദാത്ത്, അയാൾ കല്ലും മണ്ണൊക്കെ പോലെ നടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉറങ്ങിയാലുണ്ടാവുക. അപ്പോൾ എന്ന് പറഞ്ഞു ഫഅലം ദാലിക്, ഇതൊക്കെ അറിയുക. തുവഫഖ് ഇൻഷാ അല്ലാഹു തആല, നിങ്ങൾക്ക് തൗഫീഖ് ഉണ്ടാവും ഇൻഷാ അല്ലാഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല.
അപ്പോൾ ഇവിടെ ചുരുക്കമായിട്ട് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ ഉപദ്രവിക്കാതിരിക്കുക, ദീന് പഠിക്കുക, ഇതൊന്നുമില്ല, ഒന്നും ചെയ്യാനില്ല, ഒഴിവാണ്. മൊബൈലിൽ ഇരുന്ന് റീൽസ് കാണും, ഫേസ്ബുക്ക് ഇത് മറ്റേതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ സമയം ഇയാൾ ഉറങ്ങുക, നന്നായിട്ട് ഉറങ്ങുക. ഉറങ്ങാൻ പറ്റാത്ത സമയങ്ങളിൽ ചില സമയത്ത് ഉറങ്ങി ഷെറുണ്ടാവുന്നുണ്ടെങ്കിൽ ഉറങ്ങുക, അസർ കഴിഞ്ഞാലും ഷെറുണ്ടാവുന്നുണ്ടെങ്കിൽ ഉറങ്ങുക. നാശക്ക് അറിഞ്ഞില്ല, അസർ കഴിഞ്ഞിട്ട് ഇയാൾ കുറേ സമയമുണ്ട്, അസർ കഴിഞ്ഞിട്ട് ഉറങ്ങരുത്, കറാത്തൊന്നുമില്ല, അസർ കഴിഞ്ഞിട്ട് ഉറങ്ങരുത്, മറ്റേത് മറിച്ചത്. ഇയാൾ ഈ സാധനം കളിക്കണതിനെക്കാട്ടി കയറി ഇയാൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് കിടന്നുറങ്ങലാണ്. ആണ്ട് എ സിയുടെ വിരിപ്പൊക്കെ നന്നാക്കാം, വേണമെങ്കിൽ നല്ല മണക്ക റൂമിലൊക്കെ കിടന്നുറങ്ങാം. ആ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ശ്രമിക്കുക, ഈ പറഞ്ഞതൊക്കെ ശ്രമിക്കുക. നട്ടുപോയി അയാൾക്ക് നടക്കില്ല, സമയം കാര്യമാണ്. അയാൾ പുറത്ത് പോയിട്ട് ആൾക്കാരെ സഹായിക്കണില്ല, ഒന്നും ആക്കണില്ല, ജോലിയും ഇല്ല, ഖുറാനും ഇല്ല, ഒന്നുമില്ല. ഈ സാധനമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒക്കെ എടുത്തിച്ച് ഉറങ്ങാം. മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആക്കുക, അല്ലെങ്കിൽ ഡാറ്റ ഓഫ് ആക്കിയിട്ട് ആണ്ട് കിടന്നുറങ്ങാം. ഇയാൾ 20 മണിക്കൂർ കിടന്നുറങ്ങിയാലും ഫർദിൻ്റെ കാലത്ത് മാത്രം അടിച്ച് നിസ്കരിച്ച്, സുന്നത്ത് നിസ്കരിച്ച്, ഒന്നുമില്ലെങ്കിൽ നഷ്ടമില്ലാണ്ട് പോവാലോ. പറഞ്ഞിരിക്കുക മിനിമം അതെങ്കിലും ഉണ്ടാവണം. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈക. അൽഹംദുലില്ലാഹ്. പിന്നെ